Sir, good evening. ഗുഡ് ഈവനിങ് മാറ്റിനി. എല്ലാവർക്കും സ്വാഗതം. പതിപോലെ വ്യാഴാഴ്ചയാണ്, ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഹോളിസ്റ്റിക് ഹെൽത്തിന്റെ തലത്തിലാണ് ചിന്തിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഹോളിസ്റ്റിക് ഹെൽത്ത് അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് എന്നൊക്കെ ചേർത്ത് വെക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഇളങ്കോ സാറിന്റെ മുഖം ഇങ്ങനെ ഓർത്ത് വരും, അല്ലെ? കുറച്ചു കാലമായി സാറ്, അല്ലെങ്കിൽ ഒരു മാസത്തോളമായി സാറ് നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വന്നിട്ട്. അപ്പൊ ഇന്ന് സാറ് വന്നിരിക്കുന്ന വളരെ മനോഹരമായ ഒരു പോയിന്റ് വേണം. മറ്റൊന്നുമല്ല, എക്സ്പെക്ടേഷൻസ്. എങ്ങനെ വേണ്ട അതിനെ തിരിക്കാം, പക്ഷെ തീർച്ചയായിട്ടും ജനറേഷൻസിനെ ബേസ് ചെയ്ത എക്സ്പെക്ടേഷൻസിന്റെ തലത്തെക്കുറിച്ച് മൈൻഡ്ഫുൾനെസ്സിലൂടെ ചിന്തിക്കുക എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് ഏറ്റവും അത്യാവശ്യമാണ്. അപ്പൊ ആ ഒരു ചിന്തയിൽ നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇളങ്കോ സാറിനെ കേൾക്കാം. നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇളങ്കോ സാറിനെ. ഇളങ്കോ സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാർ. ഞാനൊരു കുറച്ചു കാലം ഓഫ് ദ ഡെസ്ക് ആയിരുന്നാലും സാർ എനിക്ക് പിന്നെയും ഒരു അവന്യൂ തന്ന് എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്യാമെന്ന്, അതിന് വളരെ നന്ദി. ഞാൻ ഇന്ന് ഉദ്ദേശിച്ച ടോപ്പിക് എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മെനി ടൈംസ് വി ലിവ്. ഇപ്പം മൈൻഡ്ഫുൾനെസ് പഠിക്കാൻ ഞാൻ തുടങ്ങിയപ്പോൾ എന്നടുത്ത് എൻ്റെ സാറ് ചോദിച്ചത്, അല്ലെങ്കിൽ എൻ്റെ ഗുരു ചോദിച്ചത്, ഇളങ്കോ, ആർ യു ബ്രീത്തിങ്? ഞാൻ പറഞ്ഞ 100%. ഹൗ ഡു യു നോ യു ആർ ബ്രീത്തിങ്? ഞാൻ പറഞ്ഞു, ഹൗ ഡു യു നോ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത്? സാർ, ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട്, കാല് കൈ അനങ്ങുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഈസ് ഇറ്റ് ആക്ച്വലി സോ കാൾഡ് ലിവിങ്? ഇറ്റ് ഷുഡ് ബി എന്ന് പറഞ്ഞു. Are you not answering LKG? Are you not giving LKG answer for a question which I asked around 10th standard? അന്നാണ് ഞാൻ കുറച്ചുകൂടെ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ ആർ യു ബ്രീത്തിങ് അല്ലെങ്കിൽ ആർ യു ലിവിങ് എന്ന് ചോദിച്ചാൽ, ലിവിങ് എന്ന് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ബ്ലാറ്റൻലി അല്ലെങ്കിൽ ഒറ്റ ലൈനിൽ നമ്മൾ ഓരോന്നിനും ഉത്തരം നമ്മുടെ കയ്യിൽ പ്രീ ഡിഫൈൻഡ് ആയിട്ട് വെച്ചിരിക്കുന്നു. ഇതാണെന്ന് മാത്രമേ. ബട്ട് അതിനകത്ത് കയറുമ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് തന്നെ മനസ്സിലാകത്തില്ല. അപ്പം ഞാൻ അഫ്കോഴ്സ് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഞാൻ ജോൺ കബട്സിൻ പഠിപ്പിച്ച മൈൻഡ്ഫുൾനെസ് തിയറിയാണ് എപ്പോഴും അഡോപ്റ്റ് ചെയ്യുന്നത്. അത് സയൻറ്റിഫിക് ബേസ്ഡ് ആണ്. സിൻസ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ കൃഷ്ണൻ എന്ന എല്ലാ സമയങ്ങളിലും പറഞ്ഞു തന്നിരുന്നത് അങ്ങനെയാണ്. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ വാ തുറക്കണമെങ്കിൽ 1.5 വർഷം യു വുഡ് ഹാവ് പ്രാക്ടീസ്. ആഫ്റ്റർ 1.5 വർഷം യു ക്യാൻ സേ ദാറ്റ് യു ആർ സ്റ്റാർട്ടഡ് മൈൻഡ്ഫുൾനെസ്, റൈറ്റ്? അത് കഴിഞ്ഞ് 1.5 വർഷം കഴിഞ്ഞിട്ടാണ് യു ക്യാൻ ജസ്റ്റ് സേ ദാറ്റ് വാട്ട് ഈസ് യുവർ എക്സ്പീരിയൻസ്. ഇത് കഴിഞ്ഞ് another 1.5 years കഴിഞ്ഞപ്പോഴേ യു ക്യാൻ ടെൽ അതേഴ്സ് ഹൗ ടു ബിഹേവ് ഇൻ മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞു. അപ്പം 4.5 വർഷം പ്രാക്ടീസ് ഇല്ലാതെ, വിത്തൗട്ട് എക്സ്പീരിയൻസ്, റീഡിങ് ദ തിയറി ആർ ഗെറ്റിംഗ് കട്ട് ആൻഡ് പേസ്റ്റ് മോഡലിൽ ഒരു സ്ഥലത്തും ഒന്നും ചെയ്യരുത്. ദാറ്റ് ഈസ് നോട്ട് യൂസ്ഫുൾ. ഒരു ഗുരു എനിക്ക് കിട്ടിയത് കൊണ്ട് ഐ സ്റ്റാർട്ടഡ് എക്സ്പ്ലോറിങ്. അപ്പോൾ ഞങ്ങൾ വീക്ക്ലി വൺസ് എല്ലാ സൺഡേയും കൂടും. രാവിലെ 9:30-10 മണിക്ക് ഒരു പർട്ടിക്കുലർ വേർഡിനെടുക്കും, അതിന് ചെതഞ്ഞുകൊണ്ടേയിരിക്കും. ഓരോരുത്തരും ചുറ്റിയിലുകൊണ്ട് അടിക്കുന്നത് പോലെ അടിച്ചുകൊണ്ടിരിക്കും. അപ്പം അല്ലെങ്കിൽ നെക്സ്റ്റ് പോകുമ്പോൾ ഒരു വാക്ക് തരും, അവയർനെസ്. അടുത്ത ആഴ്ച വരുമ്പോൾ ഈ 10 പേരും ഇരുന്ന് അല്ലെങ്കിൽ 12 പേരും ഇരുന്ന് ഓരോരുത്തരും 1/2 മണിക്കൂർ 3/4 മണിക്കൂർ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യും. ബാക്കി ആൾക്കാർ ക്വസ്റ്റ്യൻ ചെയ്യും. ആൾമോസ്റ്റ് ഓപ്പൺ ഡിഫൻസ് ഓഫ് PhD പോലെയാണ് അവിടെ ഞങ്ങളെ നോളജ് ചെയ്യിപ്പിച്ചത്. അതുകൊണ്ടാണ് ഐ ഓൾവേസ് തിങ്ക് ഓൺ ബേസിക്സ്. അതായത് നമ്മുടെ ബേസിക്സിനെ ഒന്ന് ചിന്തിക്കുമ്പോൾ, സാറിനടുത്ത് മൈൻഡ്ഫുൾനെസ് ഹോളിസ്റ്റിക് ഹെൽത്ത് എന്ന് പറയാൻ ഉദ്ദേശിച്ചപ്പോൾ മൈൻഡ്ഫുൾനെസ്സിൻ്റെ വേർഡ് പറയുന്നത്, ജോൺ കബട്സിൻ ഡിഫൈൻസ് മൈൻഡ്ഫുൾനെസ് ആസ് പേയിങ് അറ്റൻഷൻ ഇൻ എ പർട്ടിക്കുലർ വേ ഓൺ പർപ്പസ് in the present moment and non-judgmentally. അപ്പം ഒന്ന് പ്രസന്റ് മൂമെന്റ്, അടുത്ത് നോൺ ജഡ്ജ്മെന്റലി. ഈ നോൺ ജഡ്ജ്മെന്റലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ he says that don't judge anybody. What is the meaning of judge എന്ന് ആലോചിച്ചപ്പോൾ, we expect somebody to behave in such a manner or a particular manner.
ആ മാനറിൽ ആ മനുഷ്യൻ ബിഹേവ് ചെയ്തില്ലെങ്കിൽ വി സേ ദാറ്റ് ഹി ഈസ് അൺഫിറ്റ്. ഈസ് ഇളങ്കോ or can Ilango tell somebody that you are not a fit man to live in the society? എനിക്ക് എന്ത് അധികാരം തന്നിട്ടുണ്ട്? ഞാൻ ആലോചിക്കുന്നേ ഇല്ല. അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് then I moved on to ഈ പ്രീ ജഡ്ജ്മെന്റ് ആർ നോൺ ജഡ്ജ്മെന്റ്. ഇവിടെ നിന്നിട്ട് ഞാൻ ഈ ജഡ്ജ്മെന്റിനെ കുറിച്ച് കുറേ എക്സ്പ്ലോർ ചെയ്തപ്പോഴാണ് എനിക്ക് കിട്ടിയ വാക്ക് എക്സ്പെക്ടേഷൻ. എക്സ്പെക്ടേഷനെ കുറിച്ച് ഞാൻ വായിച്ചത് ഒന്ന് ഞാൻ വേണമെങ്കിൽ ഷെയർ ചെയ്ത് തരാം. ഒരു ചെറിയ ഒരുപാടൊന്നും ഞാൻ എഴുതിയിട്ടില്ല. ഞാൻ ഇപ്പൊ ഷെയർ ആയി കിട്ടിയോ സാർ? കാണാവോ? കാണാ സാറേ. ഓക്കെ. അതില് ഞാൻ നോക്കിയപ്പോൾ ആൻ എക്സ്പെക്ടേഷൻ ഇസ് എ ബിലീഫ്. അതൊരു ബിലീഫാണ്. About what might happen in the future, like your expectation to stay close with your best friends on your throughout your whole life. അപ്പം ബിലീഫ് സിസ്റ്റം ആണ് വരുന്നത്. ബിലീഫ് സിസ്റ്റം എങ്ങനെ വരുന്നു? ബിലീഫ് സിസ്റ്റം വരണമെങ്കിൽ യു ഷുഡ് ആൾവേസ് ഹാവ് ദ ഫീലിംഗ്. അപ്പം നമ്മുടെ ഒരു ഫീലിംഗ് ആണ് ഇത് ഡിസ്റ്റർബ് ചെയ്യുന്നത്. അതാണ് താഴെ എഴുതിക്കുന്നത്. ഞാൻ ആ ബിലീഫ് സിസ്റ്റത്തിലോട്ട് പോയപ്പം ബിലീഫ് എന്ന് പറഞ്ഞാൽ എനി കോഗ്നിറ്റീവ് കണ്ടന്റ് ഹെൽഡ് ആസ് ട്രൂ. ഇവിടെ സാറിനെ കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിഞ്ഞൂടാ. ഓക്കെ. എനി കോഗ്നിറ്റീവ് കണ്ടന്റ് ഹെൽഡ് ആസ് ട്രൂ, അതാണ് ബിലീഫ്. അപ്പൊ കോഗ്നിഷന്റെ സമയത്ത് ബിലീഫ് സിസ്റ്റം ഒരു പ്രീ ജഡ്ജ്മെന്റ് അല്ലേ? അതാണ് സാർ ഞാൻ പറയാൻ വന്നത്. ഞാൻ പ്രീ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോന്നിനും ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്ന ഒരു ലൈനിലാണ് നമ്മൾ തെറ്റ് ചെയ്യുന്നോ അല്ലെങ്കിൽ നമ്മൾ കറക്റ്റിലോട്ട് പോകാതിരിക്കുന്നോ എന്ന് പറയാൻ വന്നത്. അപ്പോൾ ഇത് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫീലിംഗിലോട്ട് വരുന്നു. ഫീലിംഗ് ദാറ്റ് സംതിങ് അബൌട്ട് ടു ഹാപ്പൺ. ഓക്കെ. ദ ഫീലിംഗ് ദാറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൺ സംവെയർ എൽസ് എന്ന് പറഞ്ഞ് നമ്മൾ ഫീൽ ചെയ്യുന്നതാണ്. സംതിങ് ഈസ് അബൌട്ട് ടു ഹാപ്പൺ, ദാറ്റ് ഈസ് ദ ഫീലിംഗ്. അപ്പോൾ ഈ ഫീലിംഗ് കൊണ്ടാണ് നമുക്ക് ബിലീഫ് സിസ്റ്റം വരുന്നത്. ഈ സംതിങ് എങ്ങനെ ചെയ്യണം? അത് എന്താന്ന് പറഞ്ഞാൽ ദ എക്സ്പീരിയൻസ് ഓഫ് അഫക്റ്റീവ് ആർ എമോഷണൽ സ്റ്റേറ്റ്. ഈ എമോഷണൽ സ്റ്റേറ്റിലോട്ട് വരുമ്പോഴാണ് ഈ എന്ന് പറഞ്ഞാൽ ബിലീഫ് നമ്മളെ ഓരോരോ കാര്യങ്ങൾ ഇല്ലാതാക്കി തരുന്നത്. അപ്പം if you have great expectation, you think something good will come in your way. അതൊരു പോസിറ്റീവ് ലൈൻ ആയിരിക്കാം. ഞാൻ ഡെയിലി പ്രാർത്ഥിച്ചാൽ, അല്ലെങ്കിൽ ഞാൻ ഡെയിലി അമ്പലത്തിൽ പോയാൽ, ഡെയിലി പള്ളിയിൽ പോയാൽ, ഡെയിലി മോസ്കിൽ പോയാൽ എനിക്ക് നല്ലത് സംഭവിക്കും. ദിസ് ഈസ് എ ബിലീഫ് സിസ്റ്റം. ഈ ബിലീഫ് സിസ്റ്റത്തിൽ അകത്ത് ചെന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. That expectation, if you keep it low, you won't risk being disappointed. ഈ ഏരിയ ആണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. Therefore, the lesser you expect, the more you really enjoy. If you don't have expectation, if you have almost zero, whatever you get, that is plus, or that is actually a surprising gift from the nature or Almighty, whatever you call it. ഇതാണ് മൈൻഡ്ഫുൾനെസ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഡു നോട്ട് ഹാവ് പ്രീ ജഡ്ജ്മെന്റ്. ഞാൻ പണ്ട് പഠിപ്പിച്ച് അല്ലെങ്കിൽ പറഞ്ഞു തന്നിരുന്ന ഒരു ലൈൻ എനിക്ക് ഓർമ്മ ഉണ്ട്. നിന്റെ ബോസ് ഇന്നലെ ഫയൽ എടുത്ത് ഒറ്റ എരിഞ്ഞിട്ട് ഇറങ്ങു പുറത്ത്, ഗെറ്റ് ഔട്ട് ഫ്രം മൈ ക്യാബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ദിവസം നമ്മൾ ഫയൽ കൊണ്ട് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ബ്രീഫിങ്ങിന് പോകുമ്പോൾ സെക്കൻഡ് ഡേ ആൾസോ വി എക്സ്പെക്ട് അവർ ബോസ് ടു ബി ദാറ്റ് അറഗന്റ്. ബട്ട് സെക്കൻഡ് ഡേ അദ്ദേഹം വീട്ടിൽ നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് മോനോ പപ്പ ബായി പറഞ്ഞ് ഒരു ഉമ്മ കൊടുത്ത്, അല്ലെങ്കിൽ മിസ്സസ് കാർ വരെ വന്ന് ശരി ഇന്ന് വൈകിട്ട് ഏളിയറായിട്ട് വരണം കേട്ടോ എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് വണ്ടി കൊണ്ടുവന്ന് നിർത്തി 10:45 ഇളങ്കോ ഫയൽ എവിടാന്ന് ചോദിച്ചാൽ ഇദ്ദേഹം ഫയൽ എടുത്ത് എറിയുവോ? ബട്ട് ആം ഐ എക്സ്പെക്ടിങ് ദാറ്റ് സെക്കൻഡ് ഡേ ഈസ് എ ഫ്രഷ് ഡേ which he has come with full of joy?
എക്സ്പെക്ട് ചെയ്യുന്നില്ല. ബിക്കോസ് യെസ്റ്റർഡേ വാസ് എ ഡേ ഓഫ് ഹൊറർ. അദ്ദേഹം ഭയങ്കര ടഫറായിരുന്നു, മോശമായിരുന്നു. ബിക്കോസ് സം അതർ ബിസിനസ് ഡീൽ he lost some amount, or some other deal did not occur because of some word or something did not happen as per his wish. ഇദ്ദേഹത്തിന്റെ വിഷ് നടക്കാത്തത് കൊണ്ട് something happened wrong. Next day I expect that this person will behave like this. Then am I right? ഞാൻ അകത്ത് ചേരുമ്പോ അദ്ദേഹം ചിരിച്ചോണ്ട് പറയാം, ഇളങ്കോ ഇരിക്കൂ, രാവിലെ ഹോപ്പ് യു ആർ ടോട്ടലി ഫ്രഷ് എന്നൊക്കെ ഒരു ലൈൻ എക്സ്ട്രാ ചോദിക്കുമ്പോൾ ഐ വിൽ ഗെറ്റ് സർപ്രൈസ്. അപ്പം ഇഫ് ഐ വുഡ് ഹവ് നോട്ട് എക്സ്പെക്ടഡ് എനിത്തിങ്, ഇഫ് ഐ ഡു ദ ജോബ് ഓൺ ദ പ്രസന്റ് മൂമെന്റ്, I will always feel happier, irrespective of whether he throws the file out or whether he accepts me and asks me to sit down the chair before anything to be discussed. ഞാൻ പറയുന്നത് ശരിയാണോ? So expectation is an important word which has to be omitted. If it is not omitted, we should thoroughly know what is expectation. അതാണ് ഞാൻ ഇവിടെ ഒന്നുകൂടെ പറഞ്ഞു തരാൻ ഉദ്ദേശിച്ചത്. യെസ്, ഞാൻ അത് ഒന്നുകൂടെ കാണിച്ചു തരാം. ഞാൻ ഇതിന്റെ ഡെഫിനിഷൻ കൂടെ പറഞ്ഞു തരാം. ഒരു PhD കാൻഡിഡേറ്റ് കെൽസി സുൽസ് ചെയ്തതാണ്. വാട്ട് ഡിഡ് യു എക്സ്പെക്ട് എന്ന് പറഞ്ഞു ചോദിച്ചാൽ ഞാൻ എക്സ്പെക്ടേഷൻ്റെ ഒരു ഡെഫിനിഷൻ തിയറി കോഡ്സ് ഒക്കെ കുറച്ച് വായിച്ചു നോക്കിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വന്നിരുന്നു. അപ്പോൾ ഷീസ് എ ലേഡി, ഓക്കെ, അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ്റെ ഒരു ഫോട്ടോ വന്നു. വാട്ട് ഡിഡ് യു എക്സ്പെക്ട്? This question is much more complex than maybe immediately apparent. നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുന്ന എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നതിനെക്കാട്ടിലും മച്ച് മോർ കോംപ്ലക്സ്, സിമ്പിൾ കോംപ്ലക്സ് അല്ല, മച്ച് മോർ കോംപ്ലക്സ് എന്നാണ് പറയുന്നത്. അതും ദിസ് ക്വസ്റ്റ്യൻ ഈസ് കോംപ്ലക്സ് എന്ന് പറയുന്നില്ല, ദിസ് ക്വസ്റ്റ്യൻ ഈസ് മോർ കോംപ്ലക്സ് എന്ന് പറയുന്നില്ല, ദിസ് ക്വസ്റ്റ്യൻ ഈസ് മച്ച് മോർ കോംപ്ലക്സ് എന്ന് പറയാണ്. അപ്പോൾ അത്രയ്ക്കും ഡീപ്പറായിട്ട് പോകണമെന്നാണ് പറയുന്നത്. കീപ് റീഡിങ് ടു ലേൺ അബൌട്ട് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് എക്സ്പെക്ടേഷൻ. ആ ക്വസ്റ്റ്യൻ കോംപ്ലക്സ് ആവുന്നത് അയാളെ കുറിച്ചുള്ള മുൻധാരണകളുടെ അടിസ്ഥാനത്തിലായിരിക്കും. കാശാന്നോ ചോദിക്കുന്നത്, വേറെ വല്ലതും ചോദിക്കുവാന്നോ പിന്നെ എന്നുള്ളത് കാണും തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് അത് നമ്മളുടെ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയല്ലേ അതിന്റെ ഉത്തരം വരുന്നത്, ആ ചിന്ത വരുന്നത്. അതെ സർ, അതുകൊണ്ട് അതാണ് ഇവർ പറയുന്നത്. വി മൈറ്റ് നോട്ട് നോട്ടീസ് ഇറ്റ്, ബട്ട് അവർ ലിവ്സ് ആർ ബിൽറ്റ് ഓൺ എക്സ്പെക്ടേഷൻ. നമ്മൾ ജീവിക്കുന്നത് എപ്പോഴും എക്സ്പെക്ടേഷൻ്റെ മോളിൽ കൂടെയാണ്. അവർ ലിവ്സ് ആർ ബിൽറ്റ് ഓൺ എക്സ്പെക്ടേഷൻ. വി ആർ മോർ അവെയർ ഓഫ് സം എക്സ്പെക്ടേഷൻ ദാൻ അതേഴ്സ്. നമ്മൾ അവെയർ, ഇതറിയാൻ ഈ മൈൻഡ്ഫുൾനെസ്സിൽ പറഞ്ഞു തരുന്ന വാക്ക് എന്ന് പറയുന്നാൽ അവെയർ, അറ്റൻഡ് ആൻഡ് live presently without any prejudgment or non-judgmentally. ഇങ്ങനെ പറയുന്ന ഒരു വാക്കിന് ഞാൻ അതിൻ്റെ കൊറാലറി സൈഡ് അല്ലെങ്കിൽ സബ്സിഡിയറി സൈഡിൽ വായിച്ചപ്പോൾ, അല്ലെങ്കിൽ അതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയപ്പോഴാണ് എനിക്ക് ഈ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞ ഒരു വേർഡ് കിട്ടിയത്. അപ്പം വി ക്യാൻ ഹാവ് ഹൈ എക്സ്പെക്ടേഷൻ ഓഫ് അവർ സെൽഫ്സ്, ലോ എക്സ്പെക്ടേഷൻ ഓഫ് അതേഴ്സ്, ആർ the inverse. We can expect our friend to text us back, expect that we will be selected for the promotion, or expect that the party to be disaster. These are the kinds of expectation we can exert some conscious control over them. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇവർ ഒരുപാട് ഇതിനെക്കുറിച്ച് പറഞ്ഞു പോവുകയാണ്. ഐ ഡിഡ് നോട്ട് വാണ്ട്, ഞാൻ ഒരു ലൈൻ മാത്രം പറയാനാണ് ആ പർട്ടിക്കുലർ സെൻറ്റൻസിനെടുത്തത്. എക്സ്പെക്ടേഷൻ ഈസ് കോംപ്ലക്സ്. അടുത്ത സ്റ്റെപ്പ് പോയാൽ മോർ കോംപ്ലക്സ്, തേർഡ് സ്റ്റെപ്പ് പോയാൽ മച്ച് മോർ കോംപ്ലക്സ്. അപ്പം എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇമ്മീഡിയറ്റ്ലി അപ്പാരൻ്റ്ലി എടുക്കുന്ന ആൻസർ പോരാ.
അത് ഒരു LKG അത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിന്റെ ആൻസർ ആണ് എക്സ്പെക്ടേഷൻ. സോ മൈൻഡ്ഫുൾനെസ് ട്രൈസ് ടു ടെൽ യു ഇഫ് യു എക്സ്പെക്ട് മോർ you are going to get dissatisfied in your life. Dissatisfaction will ensure that your happy hormones are not generated, or if at all generated, very minimized, and your destructive cortisol will enhance. സോ നമുക്ക് വിഷമം വരുമ്പോൾ നമ്മൾ വിഷമത്തിൻ്റെ ഉള്ള ഹോർമോൺസ് കൂടും. കോർട്ടിസോൾ കൂടിയാൽ വാട്ട് വിൽ അക്കർ? നമ്മുടെ RBCയുടെ ലെവൽ വരെ നമുക്ക് ഡിസ്റ്റർബൻസ് വരാം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ലിവിങ് ലെവൽ വിൽ ട്രൈ ടു ഡിറ്ററിയേറ്റ് ഇൻ ദ ഫേസ്ഡ് മാനർ. സോ ലീവ് എക്സ്ട്രീംലി സിമ്പിൾ. ഞാൻ ഈ എക്സ്പെക്ടേഷൻ എടുക്കാൻ ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. ഐ ഹാഡ് എ ചാൻസ് ടു വിസിറ്റ് UK ഫോർ റഫ്ലി 10 to 15 days. ഞാൻ അവിടെ ചെന്നപ്പോൾ 3 കാര്യങ്ങൾ വ്യത്യസ്തമായി പഠിച്ചു. ഓക്കെ സർ, ദർ ഈസ് നോ സൈക്കിൾ, ദർ ഈസ് നോ സ്കൂട്ടർ, ദർ ഈസ് നോ ഓട്ടോറിക്ഷ. അവിടെ ഒരു സ്കൂട്ടർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നമ്മുടെ സ്കൂട്ടർ അല്ല. തറയിൽ നമ്മുടെ കൊച്ചു പിള്ളേർ ഉരുട്ടുന്ന ഒരു വീലിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ സെൽഫോണിൻ്റെ അത്രയ്ക്കുള്ള ഒരു ഡയൽ ഒരു വീലുള്ള ഒരു സാധനം, ഒരു ചെറിയ പ്ലാറ്റ്ഫോം, ഒരു കാല് അതിന് മുകളിൽ പൊക്കി വയ്ക്കാം. 5 അടി ഹൈറ്റിൽ അല്ലെങ്കിൽ 4 അടി ഹൈറ്റിൽ ഒരു റോഡ് ഉണ്ട്, അതിന് മുകളിൽ പിടിച്ചുകൊണ്ട് സൈക്കിൾ പോലെ ഓടിപ്പോവാം. അത് ബാറ്ററി ഓപ്പറേറ്റഡ് ഉണ്ട്. അതാണ് അവർ സ്കൂട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ദർ പീപ്പിൾ ഓൾവേസ് പ്രിഫർ വാക്കിംഗ്. വാക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 10 കിലോമീറ്റർ അല്ല 9 കിലോമീറ്റർ ഒക്കെ സ്മൂത്തറായിട്ട് പിള്ളേർ എത്ര സമയം എടുക്കും? വാക്കിംഗ് ഇറ്റ് വിൽ ടേക്ക് റഫ്ലി 45 മിനിറ്റ്സ്. ഞാൻ 45 മിനിറ്റ്സിൽ അവിടെ നടന്നു വന്നോളാം, അല്ലെങ്കിൽ ഞാൻ 55 മിനിറ്റിൽ നടക്കാം, ഞാൻ 67 മിനിറ്റിൽ നടക്കാം. ഇത്രയും സമയങ്ങൾ ഫ്രീ ആയിട്ട് അവർ അതിന് സ്ട്രെയിൻ അല്ല. നമ്മുടെ കേരളത്തിൽ നോക്കുവാണെങ്കിൽ ഇവിടെ നിന്ന് വെറും 3 കിലോമീറ്റർ അല്ലെങ്കിൽ 3 വേണ്ട 1 കിലോമീറ്റർ പോകാൻ, ബസ് സ്റ്റോപ്പിൽ പോകാൻ വരെ നമ്മൾ ഓട്ടോറിക്ഷ പിടിച്ചാണ് ബസ് സ്റ്റോപ്പ് വരെ പോകുന്നത്. ദർ പീപ്പിൾ ആർ ഓൾവേസ് ഇൻട്രസ്റ്റഡ്. ഞാൻ അവിടെ ഇറങ്ങി നിന്നിട്ട് എൻ്റെ മിസ്സസിനെ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചുകൊണ്ടാണ്, സി ദിസ് ലേഡി ഹൗ ഫാസ്റ്റർ ഷീസ്. അവരുടെ സ്റ്റെപ്പ് തന്നെ ലോങ് സ്റ്റെപ്സ് ആണല്ലോ വയ്ക്കുന്നത്. ലോങ് സ്റ്റെപ്സ് എന്ന് എന്നെ പോലെ കൊച്ചു പിള്ളേരല്ല, അൻസാരി സാറെ പോലത്തെ അഡൾട്ടുമല്ല, അതിനെക്കാട്ടിലും ഒരു സ്റ്റെപ്പ് കൂടിയ റഫ്ലി 65 അല്ല ഒരു 70+ ആൾക്കാർ ദേ ഓൾ പ്രിഫർ വാക്കിംഗ്. എനിബഡി ആൻഡ് എവറിബഡി ആർ പ്രിഫറിങ് വാക്കിംഗ്. അവിടെ 2 സാധനമേ ഉള്ളൂ, പബ്ലിക് ട്രാൻസ്പോർട്ട് എയ്തർ ബൈ ട്രെയിൻ ആർ ബൈ ബസ് ആർ കാർ, ഇതേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ ടാക്സി ആർ യൂബർ ഈസ് കോസ്റ്റ്ലിയർ ദെയർ. അവർക്കേ കോസ്റ്റ്ലിയർ ആണ്, നമുക്കല്ല. നമ്മൾ ഇന്ത്യയിൽ നിന്ന് പോകുന്ന കോസ്റ്റ്ലി അല്ല. ഈവൻ ഇൻ ഇംഗ്ലീഷ് ആർ പീപ്പിൾ ഹു ആർ റിസൈഡിങ് ഓവർ ദെയർ ആർ സേയിങ് ദാറ്റ് ഇറ്റ്സ് കോസ്റ്റ്ലിയർ. അത് അവോയ്ഡ് ചെയ്യാനോ എന്താണെന്നറിയില്ല, ബട്ട് ബൈ ഹാബിറ്റ് ദേ ഫോം എ ഹാബിറ്റ് ഓഫ് വാക്കിംഗ്. വാക്കിംഗ് സിമ്പിൾ വാക്കിംഗ് അല്ല, ഫാസ്റ്റ് വാക്കിംഗ്. അത് ഒന്ന് ഞാൻ പഠിച്ചു. ദെൻ ദേ റെസ്പെക്ട് അതർ പേഴ്സൺ. നമ്മൾ എപ്പോഴും പഠിക്കുന്നത് ഐ ഈസ് എ ഫസ്റ്റ് പേഴ്സൺ. എനിക്ക് തോന്നുന്നു അവരുടെ ഗ്രാമറിൽ യു ഈസ് ദ ഫസ്റ്റ് പേഴ്സൺ, ഐ ഈസ് എ സെക്കൻഡ് പേഴ്സൺ. അങ്ങനെ ആയിരിക്കണം. കാരണം അവരുടെ ബിഹേവിയർ എല്ലാം യു ഈസ് എ ഫസ്റ്റ് പേഴ്സൺ and I is a second person. Might be because our population might be lesser, therefore they are trying to give respect to everybody. Adonu. The third thing, in the traffic, എടക്കിടയ്ക്ക് ഓരോരോ സ്ഥലങ്ങളിൽ മഞ്ഞ ബൾബ് ബ്ലിങ്ക് ചെയ്യും. മഞ്ഞ ബൾബ് കണ്ടിന്യൂസ് ആയിട്ട് ബ്ലിങ്ക് ചെയ്യും. ആ ബ്ലിങ്ക് ചെയ്യുന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ദാറ്റ് സ്പോട്ട് ഈസ് സെഡ് ടു ബി human, what do you call that, എന്തു പറയും അതിന്, മനുഷ്യർ കടക്കുന്ന സ്ഥലങ്ങളാണ്. ഓക്കെ,
പെഡസ്റ്റേറിയൻ ക്രോസിംഗ്. അപ്പൊ പെഡസ്റ്റേറിയൻ ക്രോസിംഗ് ഈവൻ ഒരു വണ്ടി 40 കിലോമീറ്റർ സ്പീഡിൽ പോയാലും യെല്ലോ ലൈറ്റ് ഉള്ള പ്ലേസിൽ pedestrian is given importance, not vehicle. You may hit another vehicle, don't worry. When you put a brake, if a next person is hitting you, let him hit. But you have to give respect to that pedestrian crossing. Means a pedestrian who crosses. അവർക്ക് ലിബർട്ടി ഉണ്ട്. ഇത് എങ്ങനെ വന്നെന്ന് പറഞ്ഞാൽ ഐ ഈസ് ഫസ്റ്റ് പേഴ്സൺ പറയും, ഐ ഈസ് സെക്കൻഡ് പേഴ്സൺ അവരവിടെ കാണിച്ചിരിക്കുകയാണ്. The third or the important one what I felt is avidatte elderly people or geriatric people are wealthier than Indians. Reason is they don't expect their kids or children to support them. ഒരു വയസ്സ് കഴിഞ്ഞാൽ അവരുടെ ചിൽഡ്രൻ മാരേജ് ആയി അവർ സെപ്പറേറ്റ്ലി എവിടെയും താമസിക്കാനോ കറങ്ങാനോ എന്തിനു പോയാലും ദാറ്റ് ഈസ് ഹിസ് ലിബർട്ടി ആൻഡ് ഐ ഹാവ് ടു ലീവ് മൈസെൽഫ്. അവർ ഒരു 80 വയസ്സ് ആള് നടക്കാൻ പറ്റില്ലാത്ത നടക്കുന്ന ആൾക്കാർക്ക് വാക്കിംഗ് സ്റ്റിക്കിന് പകരം ഇപ്പോഴൊരു പുതിയ ഒരു വീൽ സിസ്റ്റം വന്നിട്ടുണ്ട്. അത് പിടിച്ചോണ്ട് ഇങ്ങനെ തള്ളിക്കൊണ്ടേ പോകാം. 2 വീൽസ് വിൽ ക്യാരി ഓൺ റോൾ. നമ്മുടെ ഇതില് ഈ വാക്കിംഗ് സ്റ്റിക്ക് സിംഗിൾ സ്റ്റിക്ക് ഉണ്ട്, ഒരു യു പോലത്തെ ഒരു സ്റ്റിക്ക് ഉണ്ട്. ആ യു പോലത്തെ സാധനത്തിന് അവർ വീല് പിടിപ്പിച്ചിരിക്കുകയാണ്, ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടേ തള്ളിക്കൊണ്ടേ പോവുകയാണ്. ഓക്കെ, അത്രയും പ്രായമായ ആൾക്കാർ സെൽഫായിട്ട് വന്ന് ഈ ഗ്രോസറി ഷോപ്പ് ആർ സ്റ്റോഴ്സിൽ വന്ന് ഹൈപ്പർ മാർക്കറ്റിൽ വന്ന് സാധനങ്ങൾ എടുത്ത് അവർ തന്നെ ബില്ല് ചെയ്തിട്ട് അവർ തിരിച്ച് വീട്ടിൽ പോവുകയാണ്. വീട്ടിൽ പോയി അവർ തന്നെ അവർക്ക് അസിസ്റ്റൻസ് കാണാം കിച്ചണിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ബട്ട് ദേ വാക്ക് ഡെയിലി, they do their own job, they don't expect. ഇത് മനസ്സിലായപ്പോഴാണ് ഐ തോട്ട് ദാറ്റ് വാട്ട് ഈസ് എക്സ്പെക്ടേഷൻ എന്ന് ഞാൻ കുറച്ചുകൂടെ വായിക്കാൻ തുടങ്ങിയത്. സോ എക്സ്പെക്ടേഷൻ നമ്മുടെ ഫാമിലിയൽ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ സിസ്റ്റത്തിൽ മൈ ഫാദർ എക്സ്പെക്ട്സ് ഫ്രം മീ, therefore he gives me sufficient learning in the youngest stage or a very toddler stage or boy stage, whatever you call it. Then he grooms me up, he gets me a job or he makes me to get a job and earn myself and share the money to the parents. ഞാൻ ശരിയാണോ തെറ്റാണോ എന്ന് ഉലകണ്ഠൻ സാറോ റോയ് സാറോ ഫിലിപ്പ് സാറോ പറയുക. ഇത് എൻ്റെ ഒരു ആശയം അല്ലെങ്കിൽ എൻ്റെ ഒരു സാർ 100% നമ്മൾ ആ ലെവലിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ എക്സ്പെക്ടേഷൻ എന്ന പോയിന്റിലേക്ക് ഓടുകയേ വേണ്ട. നമ്മൾ സെൽഫ് സഫിഷ്യന്റ് ആണ്. നമ്മൾ സെൽഫ് സഫിഷ്യന്റ് ഇല്ലെങ്കിലും മെന്റലി സെൽഫ് സാറ്റിസ്ഫാക്ഷൻ മതി സാർ. മെന്റലി ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. അതാണ് ഞാൻ ഈ സമയത്ത് ഞാൻ പഠിച്ചത്. വെൻ ഐ വാസ് ട്രൈങ് ടു വാക്ക് അവിടെ പിന്നെ ഞാൻ വേറൊരു കാര്യം, അവിടെ നിന്ന് വന്നിട്ട് ഇവിടെ ഞാൻ നടക്കാൻ നോക്കി. ബട്ട് ഹിയർ സ്വെറ്റിംഗ് ഇസ് മോർ. ഞാനിവിടെ ഒരു 2 കിലോമീറ്റർ നടന്നപ്പോൾ തിരിച്ചു വന്നപ്പോൾ ടീഷർട്ട് എല്ലാം നനഞ്ഞു പോയി. ആ സ്പീഡിൽ അവിടുത്തെ ആൾക്കാരുടെ കൂടെ നടന്ന് ഞാൻ കുറച്ച് ശീലിച്ച് ആ സ്പീഡ് പിക്കപ്പ് ചെയ്ത് വെച്ചിരുന്നു. ആ സ്പീഡിൽ നടക്കുമ്പോൾ ഇവിടെ സ്വെറ്റിംഗ് വന്നു. അപ്പം എനിക്ക് ഒരു കാര്യം കൂടെ മനസ്സിലായി, നമ്മൾ ഈ മെഡിറ്റേറിയൻ ആൾക്കാർ അല്ലെങ്കിൽ ഈ ശീതോഷ്ണം ഏരിയ നമുക്ക് കുറച്ചുകൂടെ വാംത്തായിട്ടുള്ളത് കൊണ്ടായിരിക്കും നമ്മൾ ആരും നടക്കാൻ പോകാത്തത്, നമ്മൾ ആരും ആ ശീലമെടുക്കാത്തത്. പിന്നെ നമ്മുടെ പോപ്പുലേഷൻ ലെവൽ കുറച്ചുകൂടെ ഹെവിയർ ആയതുകൊണ്ട് സർവൈവൽ ഇറ്റ്സ് ഫിറ്റസ്റ്റ് എന്ന് ഒരു നമ്മൾ കണ്ട്. ഇപ്പൊ സാമ്പത്തികമായിട്ട് ഉയർന്നുകൊണ്ട് സിറ്റിയിലല്ലേ നടക്കാത്തത്. സാമ്പത്തികമായിട്ട് ഇല്ലാത്തവരും പിന്നെ ഇപ്പോഴും സിറ്റി അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നടത്തുക തന്നെ സാറേ. പണ്ട് മരണം വരെ നടന്നല്ലേ പോയി പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ കൺവീനിയൻസ് ഇവിടെ കൂടിയുണ്ടാ. എല്ലാ വീട്ടിലും മൊബൈൽ പിന്നെ സ്കൂട്ടറും 2 കാറും 3 കാറും ഒക്കെ ഉള്ളത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ നടക്കും സാറേ. അല്ല സാറ് അൻസാരി സാർ പറയുന്നതിന് ഞാൻ സമ്മതിക്കുന്നുണ്ട്. അവിടെ ഇപ്പോഴും ഈ 2 കാറും 3 കാറും ഉണ്ട് വീട്ടിൽ. പിന്നെ അവിടെ ഇപ്പോഴും നമ്മളെക്കാട്ടിലും കണക്ടിവിറ്റി കൂടുതലുണ്ട്.
സാറേ പക്ഷെ ഒരു കാര്യമുണ്ട് സാറേ, അവിടെ ആ ഉള്ളവര് നമ്മൾ വിചാരിക്കുന്ന പോലല്ല, ഭയങ്കര ദാരിദ്ര്യവും ബുദ്ധിമുട്ടും ഉള്ളവരാണ് അവിടെ. കാരണം അതായിരിക്കും അവിടുന്ന് അതായിരിക്കും ഇതൊക്കെ ആണെങ്കിൽ എന്തുവെന്ന് പറഞ്ഞാല് അവര് ഉള്ള ലൈഫിൽ നല്ലതുപോലെ എൻജോയ് ചെയ്ത് ജീവിക്കുന്നവരാ. ആ ഇവിടത്തേത് നോക്ക്. ഈ ലൈനാണ് ഞാൻ പറയാവുന്നത് സാർ. അവരുടെ ദാരിദ്ര്യം ആണെങ്കിലും അവൻ എവറിത്തിങ് ഈസ് അവൈലബിൾ ഓൺ ഹൈപ്പർ മാർക്കറ്റ്. മീൻസ് അവർ വാങ്ങിച്ച് അപ്പോൾ കഴിക്കാനുള്ളത് ഉണ്ട്, വാങ്ങിച്ച് ഹീറ്റ് ചെയ്ത് കഴിക്കാനുള്ളത്, വാങ്ങിച്ച് ബോയിൽ ചെയ്ത് കഴിക്കാനുണ്ട്, അല്ല അത് സെമി ബോയിൽഡ് ഉണ്ട്, അല്ല ടോട്ടലി റാ ഉണ്ട്. അങ്ങനെ ഒരു 4 സ്റ്റേജിൽ സാധനങ്ങളെല്ലാം അവൈലബിൾ ആണ്. സാറേ ഇത് യു കെന്ന് 2 ടൂറിസ്റ്റ് ആയിട്ട് വന്നവരെ ഞങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേണ്ടി പിന്നെ ഇവിടെ നിലമേലുള്ള ഞാൻ പിന്നെ ഇതിന്റെ ട്രെയിനിങ്ങിന് പോയിക്കൊണ്ട് ടീച്ചിങ്ങിന് പോയിരുന്നിടത്ത് പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ 2 പേരും പിന്നെ പറയാ, അപ്പൊ അവർക്ക് വേറൊരു കാരണം വെച്ചാൽ തിരിച്ചു പോകേണ്ടി വന്നു, വിസയുടെ എന്തോ പ്രശ്നം. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ, മിസ്റ്റർ അൻസാരി, ഐ കാൺ ഗോ ദർ. ഞാൻ എന്റെ വീട് 3 മാസത്തേക്ക് വാടകയ്ക്ക് കൊടുത്തിട്ട് വന്നിരിക്കുക. ആ കാശ് മൊത്തം ഇവള് ചെലവാക്കാൻ വേണ്ടി ടൂറിന് വന്നിരിക്കുക. എവറി ഇയർ ഐ ആം ഡൂയിങ് സെയിം തിങ്. ഐ ആം വിസിറ്റിംഗ് one after another, giving for rent and coming back. So I can go only after 3 months എന്ന് പറഞ്ഞ് അവരെന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, പിന്നെ ഐ ഹാവ് ഗോട്ട് 2 children but I don't know where they are. See, that is the condition. അപ്പൊ നമ്മൾ അങ്ങനെയല്ല, നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമായതുകൊണ്ട്. അപ്പൊ അവിടെ ദാരിദ്ര്യമാണ്. ഇവരുടെ കയ്യില് ആ വീട് കൊടുത്ത് അത് വാടകയ്ക്ക് വാങ്ങിച്ചിട്ട് ടൂർ അടിക്കുക. അത് ദാരിദ്ര്യം എന്ന് പറയണോ, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഓപ്റ്റിമിസ്റ്റിക്? ഇവിടെ ചത്ത് കഴിയുമ്പോഴത്തേക്ക് മക്കൾക്ക് വലിയ ഹാപ്പിയാ. കാരണം ഇയാള് സമ്പാദിച്ച് വെച്ചിട്ടുണ്ട്, അവസാനം പിന്നെ വേണ്ടി വരും എന്ന് പറഞ്ഞിട്ട്. മറ്റവർക്ക് ആ പരിപാടി ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സാറ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. പക്ഷെ അവരും വാടക വാങ്ങിച്ച് ടൂർ അടിക്കാൻ വന്നെന്ന് പറഞ്ഞാൽ അവർ ദാരിദ്ര്യമായിരിക്കണമെന്നില്ല. വെറുതെ പൂട്ടി അല്ലെങ്കിൽ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൂമിനെ ഫണ്ട് ജനറേറ്റിംഗ് ആയിട്ട് അവർ കൺവെർട്ട് ചെയ്തിരിക്കാം. അറിയാം, ഓപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ഈച്ച് പ്രൊഡക്റ്റ് എന്ന് സാറ് ആ ഡെഫിനിഷനകത്ത് നോക്കുക. ഞാൻ അങ്ങനത്തെ കണ്ണിലാണ് അത് കാണുന്നത്. ഈവൻ വെൻ ഐ വെന്റ്, എൻ്റെ ഡോട്ടർ ഹാസ് ഹയർഡ് എ ഹൗസ്. സാറ് പറഞ്ഞതുപോലെ ഒരു ലേഡിയും മോനും താമസിക്കുന്ന ഒരു വീട്. അവർ 1 മാസത്തേക്ക് വേറൊരു സ്ഥലത്തേക്ക് പോവാണ്. അവരുടെ 2 വീടും ഉണ്ട്. അപ്പം മറ്റേ ഒരു 25 കിലോമീറ്റർ 40 കിലോമീറ്റർ അങ്ങപ്പുറത്തുള്ള വീട്ടിൽ പോവാണ്. ഞങ്ങൾക്ക് താക്കോൽ തന്ന് ഷീ ഹാസ് ബീൻ പെയ്ഡ് നോമിനലി ഒരു amount by which I am also benefited, she is also benefited. അപ്പൊ അങ്ങനെ ഒരു ഇതിൽ ഞാൻ നോക്കിയപ്പം she has utilized her product, her house with optimum level of return. അങ്ങനെ ആകാമെന്നേ പറയുന്നുള്ളൂ. അല്ല, ഞാൻ ചോദിച്ചപ്പോൾ ഈ മെറ്റീരിയൽസ് എല്ലാം ഇടാനുള്ള സൗകര്യം ഉണ്ട്. അതിപ്പം ഇവിടെയുണ്ട്, ബാംഗ്ലൂരിലും തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഹൗസ് ഹോൾഡ് പ്രോപ്പർട്ടി എല്ലാം കൂടെ നമ്മളിപ്പം ആ വീട് വിടുവാണെങ്കിൽ അതെല്ലാം കൂടെ പിറക്കി അവിടെ കൊണ്ടുവച്ചിട്ട് അതെ സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഉണ്ട്. ഞങ്ങളുടെ ഒരു റിലേറ്റീവ് അങ്ങനെ ചെയ്തു. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം മറ്റൊരിടത്ത് ഞാൻ സംസാരിച്ചു വളരെ ഡീറ്റെയിൽ ആയിട്ട്. കാരണം ഞങ്ങൾ രണ്ടും ഒരിടത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ എന്റെ ഇത്തിരി അവരുടെ ഇംഗ്ലീഷ് സംസാരിച്ച് ശീലിക്കാന്നും പറഞ്ഞിട്ട് ഞാൻ ഓരോ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞത് ഇങ്ങനെയാണ്, പിന്നെ ഞങ്ങളിങ്ങനെ സേവിങ്ങില്ല, അത് കഴിഞ്ഞിട്ട് വല്ലാത്ത കണ്ടീഷൻ ആകുമ്പം ഞങ്ങൾക്ക് പിന്നെ സർക്കാരിന്റെ ഓൾഡ് ഏജ് ഹോം ഉണ്ട്, വി ക്യാൻ ഗോ ആൻഡ് റിപ്പോർട്ട് ഇഫ് നോബഡി ഈസ് ഹെൽപ്പിംഗ് ദർ. അങ്ങനെ കുറച്ച് വർക്ക് ടൈം വേറെ ആരെങ്കിലും സേവനം ചെയ്താൽ അതെല്ലാം നമുക്ക് ഒരു കാർഡിൽ എഴുതി തരും. അത്രയും സമയം വേറെ ആളുകൾ നോക്കാൻ നമുക്ക് കാണും. അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. ഇപ്പം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു. ശരി സാർ, താങ്ക് യു. ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ വ്യൂവിൽ അത് അവർക്ക് എക്സ്പെക്ടേഷൻ വേറെ ലെസർ. അവരുടെ സാറ് പറഞ്ഞതുപോലെ ഇന്ത്യക്ക് വന്നിട്ട് തിരിച്ചു പോവുകയാണെങ്കിൽ 2 മക്കളും എവിടാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആ വാക്കിന് മാത്രം ഞാൻ കടം വാങ്ങിക്കുകയാണ്. അപ്പോൾ they don't expect the boys are the offsprings, അവരുടെ മക്കൾ, to support
parents in case of anything. But normally മെസ്സേജ് കൊടുക്കുമ്പോൾ അവർ വരുന്നു, ആവശ്യത്തിന് അന്ന് ഹെൽപ്പ് ചെയ്യുന്നു, ദേ മൂവ് ഓൺ. സാർ പറഞ്ഞ പോലെ നെക്സ്റ്റ് മെഡിക്കൽ അസിസ്റ്റൻസിന് സഹായം വേറെ റൂട്ട് കൂടെ ഉണ്ടാക്കിയിട്ട് അവർ അവരുടെ പണിക്ക് പോവാണ്, അല്ല അവർ അവരുടെ പാട്ടിന് പോവുകയാണ്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്നാൽ ഞാൻ ഒരു ഗസ്റ്റ് ഒരു കൂട്ടുകാരനെ വിസിറ്റ് ചെയ്യാൻ പോയി. അവൻ ഈ സ്റ്റേയിങ് ഇൻ ദ ഫസ്റ്റ് ഫ്ലോർ. താഴെ ഒരു അമ്മമ്മ മാത്രമേ ഉള്ളൂ, 80 വയസ്സിൽ, ഒറ്റയ്ക്കാണ്, ഒരു മോളേ ഉള്ളൂ. ആ മോള് 10-60 കിലോമീറ്ററിന് അങ്ങപ്പുറത്ത്, മാരീഡ് ആൻഡ് സെറ്റിൽഡ് ദർ. മാസത്തിൽ ഒരു ദിവസം വരും, അമ്മയെ കാണും, തിരിച്ചു പോകും. റെസ്റ്റ് ഓൾ തിങ് ഷീ ടേക്സ് കെയർ ഓഫ് ഹെർസെൽഫ്. മുകളിലുള്ളവർക്ക് എമർജൻസി ആണെങ്കിൽ വിളിക്കും, വിളിച്ചാൽ ഞങ്ങൾ പോകും. ഞങ്ങൾ ഒരു 1/2 മണിക്കൂർ എന്തൊക്കെ സഹായിക്കണമെങ്കിൽ ചെറിയ തോതിൽ പറയുമ്പോൾ അവർ പറയും കിച്ചണിൽ വന്ന് സഹായിക്കേണ്ടത്, സ്വയമായിട്ട് പണിയെടുക്കും, സ്വയമായിട്ട് കഴിക്കും. പിന്നെ നമ്മളെ പോലെ സാമ്പാർ അവിയൽ വയ്ക്കുന്നവരല്ല അവർ. അവർക്ക് ചെറിയതായിട്ട് ഒരു എന്താ പറയുക, ചിക്കൻ കടയിൽ നിന്ന് കിട്ടും, അത് അകത്ത് കയറ്റിയാൽ മതി. ഗ്രില്ലുണ്ട്, എല്ലാ വീട്ടിലും ഗ്രില്ലുണ്ട്. മുകളിലെ ഹോബും താഴെ ഗ്രില്ലും. അപ്പം 4 ഹോബും ഉണ്ട്. അവിടെ ഗ്യാസ് എവിടെയും ഞാൻ കണ്ടില്ല, എല്ലാ സ്ഥലത്തും ഇലക്ട്രിക് ആണ്. ജസ്റ്റ് ഓൺ ചെയ്താൽ ചൂടാവും. നമ്മുടെ അതിനെന്ത് പറയും, ഈ ഹോട്ട് പ്ലേറ്റ് എന്ന് നമ്മൾ പറയത്തില്ലേ സാർ, ആ രീതിക്കാണ്. 4 ഉണ്ട്. അവർ ചൂടാക്കിക്കോളും, അവർ കഴിച്ചോളും. അവരുടെ വേ ഓഫ് ഈറ്റിംഗ്, വേ ഓഫ് വർക്ക്, എവറിത്തിങ് ഈസ് സിംപ്ലർ. നമ്മളെ പോലെ ക്വയറ്റ് കോംപ്ലി അല്ല. നമ്മളാണ് കൂടുതൽ ഹോട്ട് മസാല, ഗരം മസാല, മല്ലി, അത് ഇതെന്നൊക്കെ ഒരുപാട് ഇടുന്നുണ്ട്. അവർക്ക് നമ്മളെ 15 മിനിറ്റ് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് 2-3 മണിക്കൂർ ജോലി ചെയ്യണം. അവർക്ക് 15 മിനിറ്റ് കഴിക്കുന്നതിന് വേണ്ടി 5 മിനിറ്റ് ഉണ്ടാക്കിയാൽ മതി കുക്കിംഗ് ടൈം. അതുപോലെയാണ് എല്ലാ സംഗതികളും ചെയ്യുന്നത്. അതെ, അതാണ് സെക്കൻഡ് പോയിന്റ്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ 2 മണിക്കൂർ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ട്? വി എക്സ്പെക്ട് സം ടേസ്റ്റ് ടു അവർ ടങ്. നമുക്ക് എക്സ്പെക്ടേഷൻ കൂടുതലാണ്. ഈ എക്സ്പെക്ടേഷന് വേണ്ടിയാണ് ടൈം ഡ്യൂറേഷൻ കൂടുന്നത്. അവർക്ക് എക്സ്പെക്ടേഷൻ കുറവാണ്. അപ്പോൾ ടൈം ഡ്യൂറേഷൻ വളരെ സിമ്പിളായിട്ട് ചെലവ് ചെയ്താൽ മതി. ഈ ഉലണ്ണൻ സാർ പറഞ്ഞതുപോലെ അവർക്ക് സ്വയപ്രാപ്തം മീൻസ് അവർ സെൽഫ് സഫിഷ്യൻ്റ് ആകാൻ ശ്രമിക്കുമ്പോൾ കിട്ടിയത് കഴിക്കും, അല്ലെങ്കിൽ ആ ഹാബിറ്റ് ഫോം ആവും. അവരുടെ ഹാബിറ്റ് വേറൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം പര്യാപ്തത. സ്വയം പര്യാപ്തത. കറക്റ്റ് മാഡം, താങ്ക് യു. സ്വയം പര്യാപ്തത ഉണ്ടാക്കുന്ന രീതി. താങ്ക് യു. ഹലോ ഇളങ്കോ. യെസ്, പ്രോട്ടീനും എല്ലാം ബാലൻസ്ഡ് ആണോ എന്ന് നോക്കൂ ഇളങ്കോ. നമ്മള് ചുമ്മാ കാർബിന്മേൽ കാർബ് അങ്ങ് കഴിക്കും. അവരങ്ങനല്ല, ഇതിനകത്ത് എല്ലാം ഉണ്ടോ എന്ന് നോക്കി അങ്ങനെ ഒരു ബാലൻസ്ഡ് ഡയറ്റാ അവര് കഴിക്കുന്നേ. സാറേ, അവര് റെഡിമെയ്ഡില് എല്ലാ സാധനങ്ങളും കിട്ടും. എല്ലാം ഒന്നിൽ ഹോട്ട് ഇത്തിരി ചൂടാക്കുന്ന ഒറ്റ പ്രോസസ്സേ ഉള്ളൂ. ബാക്കി എല്ലാം ഇതുപോലെ നല്ല ഫുഡ്, എല്ലാ വിധത്തിലുള്ള ഫുഡും വിറ്റാമിൻ എൻറിച്ച്ഡ് ഫുഡുകൾ കിട്ടും. അവിടെയും കിട്ടും, അമേരിക്കയിലും ഒക്കെ കിട്ടും. അപ്പൊ എന്തോന്ന് പറഞ്ഞാൽ ചൂടാക്കുന്ന ഒറ്റ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ അവർക്ക്. ചൂടാക്കുന്നതും വിതിൻ മിനിറ്റ്സ്. അപ്പൊ അതാണ് അത്. അല്ലാതെ വായിക്ക് രുചിയില്ലാത്ത ആഹാരമൊന്നും അല്ല അവർ കഴിക്കുന്നത്. അവര് അൻസാരി സാർ പറഞ്ഞതും സ്നേഹലത മാം പറയുന്നതും 100% ഞാൻ അഗ്രി ചെയ്യുന്നു. സ്നേഹലത മാം, യു ആർ 110% പെർഫെക്റ്റ്. അവരുടെ എല്ലാ വീട്ടിലും വെയിങ് കിച്ചണിൽ ഒരു ചെറിയ വെയിങ് മെഷീൻ വെച്ചിരിക്കുക, ഒരു പ്ലേറ്റ് പോലത്തെ. ആ വെയിങ് മെഷീനിൽ വെച്ചിട്ടാണ് ഞാൻ ചെന്ന ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പം അവൻ കപ്പലണ്ടിയോ എന്തോ ഒരു ഇതേപോലത്തെ നട്ട്സ് കഴിക്കാൻ വേണ്ടി അപ്പൊ ഇതിന് മുകളിൽ ഇട്ടിട്ടാണ് കളിക്കുന്നത്. ഇന്നലെ നീ ഒരു ചെറിയ പാത്രത്തിൽ ഇങ്ങോട്ട് അങ്കിൾ, ഞാൻ ഇന്ന് കഴിക്കാൻ പാടുള്ളൂ, ബിക്കോസ് ഐ ഹാഡ് 2 eggs യെസ്റ്റർഡേ, ഐ ഹാവ് ടു കോമ്പൻസേറ്റ് ടുഡേ ഓൺലി ദിസ് മച്ച് എന്ന്. അപ്പോൾ അത്രയ്ക്ക് അതാണ് സ്നേഹലത മാം എന്നെ ഓർമ്മിപ്പിച്ചു തന്നത്. അവര് ഒരു തവണ ചൂടാക്കിയത് വീണ്ടും ചൂടാക്കാൻ പാടില്ല എന്ന് നിയമമുണ്ട്. അതെ, അവർ ചൂടാക്കുന്നില്ലല്ലോ സാർ. അവര് രണ്ടാമത് സമയം ആവശ്യത്തിനുള്ള എടുത്തേ ചൂടാക്കൂ. അതെ, ആവശ്യമുള്ളത് മാത്രം എടുക്കുക, കട്ട് ചെയ്യുക, അത്രയും വെയിങ് മെഷീനിൽ ചെക്ക് ചെയ്യുക. 250 ഗ്രാം ഓഫ് ചിക്കൻ അല്ലെങ്കിൽ 250 ഗ്രാം ഓഫ് ബീഫ് അത്ര മാത്രം എടുക്കുക. അവരടുത്ത് എന്ത് ചെയ്യണം അത് മാത്രം ചെയ്യുന്നുണ്ട്. അതിനകത്ത് ബ്രെഡ് ലോഫിനകത്ത് 2 സ്ലൈസ് മാത്രം എടുക്കണം, അല്ല 1.5 സ്ലൈസ് മാത്രം എടുക്കണം. അവിടെ അത് മാത്രം എന്താ ടോർട്ടിയ എന്ന് പറഞ്ഞ ഒരു സാധനമാണ് അവർ കൂടുതൽ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഇവിടെ ചപ്പാത്തി പോലത്തെ അവിടെ മൈദ ഉള്ള ഒരു സാധനമാണ്
അത് ഈസിലി അവൈലബിൾ ആണ്. മീൻസ് ഈ അൻസാരി സാർ പറഞ്ഞ പോലെ കുറച്ചുകൂടെ പോവർട്ടി ലെവലിലുള്ളവരെല്ലാവരും ആ സാധനമാണ് കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. ഞാൻ കുറേ ഇങ്ങനെ റിസർച്ച് എക്സ്പ്ലോറേഷൻ ചെയ്യുമായിരുന്നു. ആര് എന്ത് വാങ്ങിക്കുന്നു, എത്ര ഇതിന് പുറത്തും കാർഡിൽ ഇപ്പം ബൈ ചാൻസ് ഇഫ് ഈസ് ഗോയിങ് ഫോർ 100 pounds ഓഫ് പർച്ചേസ്, വാട്ട് ഈസ് ഈ ബൈയിങ്? ഇഫ് ഈ ഗോസ് ഫോർ ഓൺലി 23 pounds ഓഫ് ബൈയിങ്, വാട്ട് ഈസ് ഈ ഡൂയിങ് എന്നൊക്കെ കുറച്ചൊക്കെ നോക്കുമ്പോൾ എൻ്റെ കൂടെ വന്നവരൊക്കെ പറയാണ്, നീ ഭ്രാന്തനാണ്, ബില്ലിംഗ് മെഷീൻ്റെ അടുത്ത് പോയി നിന്ന് കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെ കുറേയൊക്കെ ഞാൻ നോക്കി. അതിനകത്തിരുന്ന് എനിക്ക് തോന്നിയതാണ് ഒരു വലിയ വാക്ക്, എക്സ്പെക്ടേഷൻ. വി എക്സ്പെക്ട്. ഇപ്പം തന്നെ അൻസാരി സാറും സ്നേഹലതാമവും പറഞ്ഞത് എവറിത്തിങ് ആർ അവൈലബിൾ ദയർന്ന്. വാട്ട് ഈസ് നോട്ട് അവൈലബിൾ ഹിയർ? ഈ സാധനങ്ങൾ ഇവിടെ അവൈലബിൾ അല്ലേ? നമുക്കും ന്യൂട്രിയൻറ്റ് സാധനങ്ങൾ ഇല്ലേ? നമ്മൾ അതിനകത്ത് ഒന്നും ചിന്തിക്കുന്നില്ല. നമ്മുടെ ഹാബിച്വൽ ഫുഡ് തിങ്കിങ് ഈസ് ദോശ, ഇഡ്ഡലി, അപ്പം, പുട്ട് എന്ന് പറഞ്ഞാൽ കുറേ ഒരു 4-5 ഐറ്റങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ സാധനമാണ് എന്നും നമ്മൾ ചിന്തിക്കുന്നത്. വാട്ട് ക്യാൻ ബി, വാട്ട് കനാറ്റ് ബി എന്ന് നമ്മൾ ഒന്നുമേ ആലോചിക്കുന്നില്ല. വി എക്സ്പെക്ട് ദി സെയിം ഐറ്റം ടു ബി സ്നേഹലത മാം എനിക്ക് സഹായിച്ചു തന്നതുപോലെ ദിസ് മച്ച് കാർബോഹൈഡ്രേറ്റ്സ് ഐ ഷുഡ് ഹാവ് ഇറ്റ്. വൈകിട്ട് വരുമ്പോൾ പണ്ട് ഒരു പ്രോബബ്ലി ഒരു 20 years or 18 years ബാക്ക് ഞാൻ പല സമയങ്ങളിൽ ഞാൻ നോർത്ത് ഇന്ത്യയിലിരുന്നുകൊണ്ട് റൈസ് ഐറ്റം എപ്പോഴും എനിക്ക് കഴിക്കണമെന്നും ആഗ്രഹമില്ല. ഐ ഷുഡ് ഫിൽ മൈ ബെല്ലി എന്ന ഒരു തിങ്കിങ്ങേ ഉള്ളൂ. ഈവൻ കുറേ എന്നാൽ ഈ കപ്പലണ്ടിയും വെള്ളം കുടിച്ചിരുന്നാൽ പോലും എൻ്റെ വയറ് നിറയുമെന്ന് ചിന്തിക്കുന്ന തോട്ട് പ്രോസസ്സിലുള്ള ഒരുത്തനാണ് ഇളങ്കോ. അപ്പോൾ പല ദിവസങ്ങളിൽ എൻ്റെ മിസ്സസ് കിച്ചണിൽ ലഞ്ച് റെഡിയാക്കിയില്ലെങ്കിൽ അന്നൊക്കെ ഞാൻ എന്താ പറയുക 9:30 പഞ്ചിൻ ചെയ്യുന്നതിൽ ഞാനാണ് ഫസ്റ്റ് പേഴ്സൺ ടു സൂപ്പർവൈസ് ആൻഡ് കൺട്രോൾ അതേഴ്സ്. അപ്പം ഐ ഷുഡ് നോട്ട് മിസ് ഇറ്റ് എന്ന് പറഞ്ഞ് ഞാൻ ചാടിപ്പോവും. എനിക്ക് ലഞ്ച് ബാഗ് തന്നാലും ഇല്ലെങ്കിലും ഞാൻ ഇറങ്ങുമായിരുന്നു പർട്ടിക്കുലർ ടൈമിൽ. അപ്പം അങ്ങനെ വരുന്ന ഒരു സമയത്ത് ദൻ ലഞ്ചിന് വരും എന്ന് പറയും. പക്ഷെ ഓഫീസിൽ കുറച്ച് ബിസി ആകുമ്പോൾ ഐ മേ സ്കിപ്പ് ലഞ്ച്. അപ്പം എന്ത് ചെയ്തു? ഞാനൊരു ബന്ന് വാങ്ങിച്ച് കഴിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പപ്സ് കഴിച്ചു, ഒരു ചായ കുടിച്ച് കാര്യം കഴിച്ചു എന്ന് പറയും. അപ്പം ഷീ യൂസ് ടു ഫീൽ ഹെവിലി, യെസ്, ഇവൻ പട്ടിണി കിടന്നു. അപ്പം ഞാൻ ഉച്ചയ്ക്ക് ചപ്പാത്തി 2-3 കഴിച്ചിരുന്നാൽ പോലും അത് ഫുഡ് അല്ല എന്ന്. അപ്പം മിസ്സസ് പറയുമ്പോൾ ഞാൻ ഐ ഡിഡ് നോട്ട് അഗ്രി ഹിയർ, എല്ലാം ഫുഡല്ലേ എന്ന്. അപ്പം ഐ യൂസ് ടു ഗീവ് ഡ്യൂ റെസ്പെക്ട് ടു മൈ ഫാദറില്ല. അപ്പം ഫാദറിലെ പുള്ളിക്കാരി ബാക്കിൽ ചെന്ന് ഫോൺ വിളിച്ചു കൊണ്ടുവരും. ആ ഫാദറിലെ പതുക്കെ വൈകിട്ട് വന്ന് ഈ ആടി വന്ന് പതുക്കെ വന്നിരുന്ന്, ഇന്ന് പണി കൂടുതലായിരുന്നല്ലേ, ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ വന്നില്ല അല്ലേ എന്ന് കുറേ അല്ലേകളൊക്കെ ചോദിക്കും. ഞാൻ പറഞ്ഞു അതേ മാമ എന്നൊക്കെ പറയും. ശരി, അപ്പം ഒരു ചോറ് കഴിക്കണം. ഞാൻ പറഞ്ഞു രാത്രി ചോറ് എനിക്ക് ഇഷ്ടമില്ല. ഇല്ല, അങ്ങനല്ല, ഒരു ദിവസം ഒരു സമയമെങ്കിലും ചോറ് കഴിച്ചിരിക്കണം. നിങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കാത്തതുകൊണ്ട് രാത്രി കഴിക്കണം. എനിക്ക് ഇപ്പോൾ വേണ്ട, നാളെ കഴിക്കാം. ഇല്ല, ഐ സേ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ചോറ് കഴിക്കണം എന്ന് പറയും. ഇതാണ് എന്തുകൊണ്ട് അങ്ങനെയെന്ന് വെച്ചാൽ ഒരു സമയം കഴിച്ചിരിക്കണം. ദാറ്റ് ഈസ് വാട്ട് എക്സ്പെക്റ്റഡ് ഫ്രം എ മാൻ ഓർ ബോയ് ഓഫ് അവർ സൊസൈറ്റി. അപ്പോൾ ഇവിടെ അഗൈൻ ഐ കം ബാക്ക് ടു മൈ എക്സ്പെക്ടേഷൻ. മീൻസ് എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ വെച്ചിരിക്കുകയാണ്. ഇഫ് യു ഡോണ്ട് എക്സ്പെക്ട് from the society, if you don't expect from your kids, if you don't expect from your relatives, if you don't expect anything from the society, you will leave yourself alone. നമ്മൾ എപ്പോൾ ആവശ്യമോ അപ്പോൾ സൊസൈറ്റിയെ ടാഗ് ചെയ്യത്തില്ല. ഫോർ സപ്പോർട്ടിങ് അതേഴ്സ് വി ഡോണ്ട് തിങ്ക് ഓഫ് സൊസൈറ്റി. ബട്ട് എല്ലാം തരണമെന്ന് വിചാരിക്കുമ്പോൾ വി എക്സ്പെക്ട് സൊസൈറ്റി ടു ഗിവ് അസ്, ചിൽഡ്രൻ ടു ഗിവ് അസ്, ആർ റിലേറ്റീവ്സ് ടു ഗിവ് അസ്. ഒന്നുമില്ലെങ്കിൽ റിലേറ്റീവ്സ് ടു ഗിവ് ലവ് ആൻഡ് അഫെക്ഷൻ, അതേഴ്സ് ടു ഗിവ് അവർ സൊലാസ് വേർഡ്സ്. എന്തിനാ അത്? ട്രൈ ടു ടെൽ യുവർ സെൽഫ്. അതല്ലേ താങ്കൾ ഓരോരുത്തരും രാവിലെ അഫർമേഷനിൽ പോകുന്ന, ഐ ആം ഗുഡ്, ഐ ആം ഹെൽത്തിയർ, ഐ ആം ഫൈൻ, ഐ ടോക്ക് ഓൾവേസ് ഗുഡ്. ഇതിൽ തന്നെ ജീവിക്കാൻ തുടങ്ങുവാണെങ്കിൽ ഡോണ്ട് എക്സ്പെക്ട് മച്ച്. ഇതാണ് പണ്ട് നമ്മളെ പഠിപ്പിച്ചു തന്നത്. കർമ്മം ചെയ്,
ഫലം എക്സ്പെക്ട് നോക്കരുത്. Every action has equal and opposite reaction. When you do action, automatically reaction will reach. If it is not reaching, somebody has hindered or something inside. If it has not occurred, it will occur cumulative manner. നമ്മളെ പലരും പഠിപ്പിച്ച് തന്നിട്ടില്ലേ സുരേന്ദ്രൻ സാർ? ശരിയാണോ? തിയറിറ്റിക്കലി ഓവറായിട്ട് പോകുന്നുണ്ടോ സാർ? അല്ല സാറ് ഉലണ്ണൻ സാറിന്റെ മൈക്ക് മ്യൂട്ടാണ് സാർ. രാജു ഫിലിപ്പ് സാർ, ഞാൻ പറഞ്ഞ ശരിയാണോ സാർ? സാറ് മൈക്ക് മ്യൂട്ടാണ്. എല്ലാവരും മൈക്ക് മ്യൂട്ടിൽ വെച്ച് സംസാരിക്കുന്നു. പറയൂ സാർ. താങ്ക് യു ഇലങ്കോ സാർ. സാർ പറഞ്ഞത് എല്ലാം ശരിയാണ്. അതായത് എക്സ്പെക്ടേഷൻ റിഡ്യൂസസ് ജോയ് എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മളൊരു ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ പലരെയും വിളിക്കാത്ത ഒരാൾ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് ജോയ് ആകുക. വിളിച്ച ആളാണെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആളാണ്. അതേസമയം എക്സ്പെക്ട് ചെയ്യാതെ വേറൊരാൾ വന്നെങ്കിൽ, സമയത്ത് വന്നെങ്കിൽ, നമ്മുടെ ഒരു ഫ്രണ്ട് വന്നെങ്കിൽ നമുക്ക് കൂടുതൽ അവർ ജോയ് വിൽ ഇൻക്രീസ്. എക്സ്പെക്ടേഷൻ റിഡ്യൂസസ് ജോയ് എന്നാണ് പറയുന്നത്. വെരി ട്രൂ സർ, വെരി ട്രൂ. അത് മാത്രമല്ല, ഈ സാറ് ക്ഷണിച്ച ആള് വരുമ്പോൾ അദ്ദേഹം എക്സ്പെക്ട് ചെയ്യുന്നതിനെക്കാട്ടിലും വ്യത്യസ്തമായി കുറച്ചുകൂടെ കൂടുതലായിട്ട് സാർ എന്തെങ്കിലും ചെയ്തതാണെങ്കിൽ he will have more joy, and that joy will spread to you. You will also in turn have the joy. സാറിന്റെ കൂട്ടുകാരൻ വീട്ടിൽ വന്നപ്പോൾ സാറ് ഉദ്ദേശിക്കാത്ത അദ്ദേഹം വെറും എന്താ പറയുക ജോണി വാക്കറോ അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സാധനമോ എക്സ്പെക്ട് ചെയ്യുമ്പോൾ സാർ എയർപോർട്ടിലുള്ള 10,000 രൂപയുടെ സാധനം തുറന്നാൽ he will have more surprise. അല്ലേ സാർ? അതെ. That time joy will multiply it, or harmonically it will have its effect. ഇതാണ് എക്സ്പെക്ടേഷനിൽ മൈൻഡ്ഫുൾനെസ് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു എക്സ്പെക്ടേഷൻ ഇതാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ടുഡേ ഐ റിക്വസ്റ്റഡ് അവർ സാബു സാർ, ലെറ്റ് us go with the expectation. അറിയാൽ എന്നും അവയർനെസ്, അറ്റൻഷൻ, then without prejudgment, moment to moment or present moment എന്നൊക്കെ പറയുന്നതിന് പകരം അതിന് ബാക്ക്ഡ്രോപ്പിൽ അല്ലെങ്കിൽ ബിഹൈൻഡ് ദ ലൈം ലൈറ്റ്, വാട്ട് ഈസ് അവയർനെസ് ആൻഡ് അറ്റൻഷൻ, ഇത് പല ഡിഗ്രിയിൽ അല്ല പല ആംഗിളിലോട്ട് ബാക്കിലോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് എക്സ്പെക്ടേഷൻ. ഇഫ് യു ഡോണ്ട് എക്സ്പെക്ട്, യു വിൽ ലിവ് ഹാപ്പിലി. If you don't expect your doctor to give medicine, you will live happily. പണ്ട് ഇവിടെയൊക്കെ കമ്പൗണ്ടർ ഉണ്ട്, ഞങ്ങളുടെ നാട്ടിലെ കമ്പൗണ്ടർ ഉണ്ടായിരുന്നു. ഇന്നൊക്കെ കമ്പൗണ്ടേഴ്സ് ഇല്ല. അപ്പോൾ അവിടെ പോയി ഒരു പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വെറും പ്ലാസിബോയോ അല്ലെങ്കിൽ അനാസിനോ അല്ലെങ്കിൽ അങ്ങനൊക്കെ ടാബ്ലറ്റ്സ് വെള്ള കളറിലുണ്ട്, ആ വെള്ള ടാബ്ലറ്റ് ഒന്ന് കൊടുത്ത് അവിടെ വെച്ച് തന്നെ, എന്താണെന്ന് അവർ പറയത്തില്ല, അവർ ആ ഡിസ്പെൻസറിയിൽ വെച്ച് തന്നെ ഒന്ന് കൊടുത്തിട്ട് വെള്ളമും കൊടുക്കും. ഒന്ന് ഇപ്പം കഴിക്കും, നിങ്ങൾ വീടെത്തുന്നതിന് മുമ്പ് പനി മാറുമെന്ന് പറയും. അപ്പോൾ എന്നിട്ട് അന്നത്തെ കണ്ടീഷനിൽ അതേഴ്സ് ആർ ടോട്ടലി മെഡിക്കലി ഇല്ലിറ്ററേറ്റ്. ശരിയാണോ സാർ? ഉലകൻ സാർ, നമുക്ക് വേറെ എന്ത് മെഡിസിൻ അവർ തരുന്നു തരില്ല. ഒരു വെള്ള കളർ തന്ന്, ഓറഞ്ച് കളർ തന്ന്, റോസ് കളർ തന്നേ പറയത്തുള്ളൂ. അപ്പം ഇതെല്ലാം നമ്മുടെ മെഡിക്കൽ സ്റ്റോറുകാരായി പണ്ട് സാധാരണ കേസിനൊക്കെ ചികിത്സിച്ചിരുന്നത്. ഈ ഗുളിക കൊടുത്ത് തോളൊരു തട്ടും വീടെത്തുമ്പോഴേക്കും ഓക്കെ ആവുന്ന പറയും. അത് നല്ല ശതമാനം ഓക്കെ ആണ്. കാരണം ഇതൊരു മാനസികമായിട്ടുള്ള ഒരു ഹാപ്പിനെസ് കൂടെ അവിടെ കിട്ടുകയാണ്. സാർ, അത് കിട്ടുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ബിക്കോസ് ഓഫ് എക്സ്പെക്ടേഷൻ. യുവർ എക്സ്പെക്ടേഷൻ ഇസ് മെറ്റ്. ഞാൻ ആ ഡോക്ടർ അല്ലെങ്കിൽ കമ്പൗണ്ടറുടെ അടുത്ത് ചെല്ലുമ്പോൾ എനിക്ക് ആശ്വാസമായിട്ട് സംസാരിക്കും, എനിക്ക് കറക്റ്റ് മെഡിസിൻ തരും. അത് മാത്രമല്ല, എന്നെ ഈവൻ വീട് വരെ പോകാൻ ഒരു സമയത്തിൽ അവിടെ വെച്ചേ എനിക്ക് ഗുളിക തരും. അത്രയും പെർഫെക്റ്റ് ആണ്. വെള്ള ഗ്ലാസ്സിൽ അന്നത്തെ സിസ്റ്റത്തൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട്. ആ ഡിസ്പെൻസറിയിൽ വെച്ച് തന്നെ ഒരു ഗ്ലാസ് വെള്ളം തന്നിട്ട് ഇത് ഇപ്പം കഴിച്ചോളൂ എന്ന് പറയും. നാളെ 4 മണിക്കൂർ 5 മണിക്കൂർ കഴിഞ്ഞ് നീ അടുത്തത് കഴിച്ചാൽ മതി, ഇപ്പം ഇവിടെ വെച്ച് കഴിച്ചിട്ട് ഇറങ്ങിയാൽ മതി എന്ന് പറയും. അപ്പോൾ അവർ എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യുമ്പോൾ വി ഗെറ്റ് സാറ്റിസ്ഫൈഡ്.
But 50% of chances are there, our expectations are not met. Then we get dissatisfied. When we get dissatisfied, രാജു ഫിലിപ്പ് സാർ പറഞ്ഞ ആ ജോയ് എന്ന് പറഞ്ഞ സാധനമേ വരത്തില്ല. ചെറിയ ലെവലിലല്ല, ഫുള്ളും വരത്തില്ല. വരാതിരുന്നാൽ യുവർ ബോഡിയുടെ എൻസൈംസ് ആർ ഗോയിങ് ടു ബിഹേവ് ഇൻ ദാറ്റ് ലെവൽ that will disturb your emotional state. ആ എമോഷണൽ സ്റ്റേറ്റ് നമ്മുടെ ബ്രെയിനിനെ ഡിസ്റ്റർബ് ചെയ്യും. അപ്പൊ ബ്രെയിനിന്റെ ഫങ്ഷൻ വരെ ഡിസ്റ്റർബ് ആകാം. ആ ബ്രെയിനിന്റെ ഫങ്ഷൻ എങ്ങനെ ഡിസ്റ്റർബ് ആകാന്ന് പറഞ്ഞാൽ, ഇൻ കേസ് ഇഫ് ഐ ആം ആംഗ്രി ആൻഡ് അപ്സെറ്റ്, ഞാൻ ചാടി വർത്തമാനം പറയുന്ന ഒരു സമയത്ത് വേറൊരാൾ വന്ന് എന്നടുത്ത് ഒരു ഡിസിഷൻ എടുക്കാൻ പറഞ്ഞാൽ അതിന് ഞാൻ കൊടുക്കുന്ന ഉത്തരം 90% മൈറ്റ് ബി റോങ്. അതിന്റെ അർത്ഥം എന്താന്ന് പറഞ്ഞാൽ, മൈ ബ്രെയിൻ ഈസ് നോട്ട് ഫങ്ഷനിങ് റൈറ്റ്ലി. Only when it is in a calm state, it will function rightly or perfectly or to the apt level, whatever you define it. Adana the most important thing in our life, which is being taught by mindfulness. Mindfulness endu parayunnu പറഞ്ഞാൽ സിമ്പിളർ ആയിട്ട് മൈൻഡ്ഫുൾനെസ്സിൽ എമോഷൻസും തോട്ടും മാത്രമാണ് ഡിസ്റ്റർബ് ചെയ്യുന്നു പറഞ്ഞാൽ പോലും ഈ എമോഷൻസിനെ കൊണ്ടുവരുന്നത് നമ്മുടെ ബാക്ക് ഹിസ്റ്ററിയിലുള്ള എക്സ്പെക്ടേഷൻസ് ആണ്. അപ്പം എക്സ്പെക്ടേഷൻ ഷാൽ ബി റെഡ്യൂസ്ഡ് ഇൻ കേസ് ഇഫ് ഇറ്റ് കാൺ ബി ഡിമിനിഷ്ഡ്. It can be reduced. You start reduce step by step and step by step. ഈ ഹിപ്നോസിസിൽ പറയുന്ന പോലെ നീ ഇരുട്ടിൽ 1-ാം പടിയിൽ ഇറങ്ങി, 2-ാം പടിയിൽ ഇറങ്ങി, 3-ാം പടിയിൽ ഇറങ്ങി എന്ന് പറഞ്ഞ് അതേപോലെ നമ്മളെ എക്സ്പെക്ടേഷൻ ലെവൽ കുറച്ചുകൊണ്ടേ വന്നാൽ we will reach to such a situation one day we will not have too much of expectation or minimal expectation. When we have minimal expectation, whatever you get is an addition to your expected. Then this all will be surprise to your body and mind. That will give more happy emotions. You will live more happily. ഇതാണ് ഞാൻ അവിടുത്തെ ഒറ്റയ്ക്ക് ആൾക്കാർ താമസിക്കുന്നതിൽ അവരോടൊത്ത് സംസാരിക്കുമ്പോൾ they are more satisfied despite they are living solitary or they are living alone. ആ ഒരു 80 വയസ്സ് സ്ത്രീ ഒറ്റയ്ക്ക് ഒരു വലിയ വീട്ടിൽ താമസിക്കുകയാണ്. അവർ ഫ്രണ്ട് ഡോർ തുറക്കില്ല, നോർമലി സൈഡ് ഡോറിൽ കൂടെ ഇവരെല്ലാം കയറ്റും. അതായത് നോൺ പേഴ്സൺസ് മാത്രമേ സൈഡ് ഡോർ അറിയത്തുള്ളൂ, അതിൽ കൂടെ ഇറക്കും. അവർ ആവശ്യത്തിനുള്ള പ്രിക്കോഷൻസ് എടുക്കുന്നുണ്ട്. ബട്ട് ഹർ എക്സ്പെക്ടേഷൻ ഫൗണ്ട് ടു ബി ലെസർ ദാൻ എ പേഴ്സൺ ഫ്രം ട്രിവാൻഡ്രം. എന്ന് പറഞ്ഞാൽ ഞാൻ ട്രിവാൻഡ്രത്ത് എടുക്കുന്നതുകൊണ്ട് ട്രിവാൻഡ്രം ആൾക്കാരെ കൂടുതലറിയാം. ഇതാണ് ഒരു കാര്യം സാർ, ഒരു കാര്യം, ആ നമ്മൾ ഈ വലിയ മല കയറാൻ വണ്ടിയിൽ ഇങ്ങനെ ടൂറൊക്കെ പോകുന്ന സമയത്ത് സൈഡിൽ നമുക്കൊരു ബോർഡ് കാണാം, എക്സ്പെക്ട് ദി അൺഎക്സ്പെക്റ്റഡ്. ആക്സിഡന്റിനെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. വളരെ റൈറ്റ് ആണ്. എക്സ്പെക്ട് ദ അൺഎക്സ്പെക്റ്റഡ്. സാർ, അതിൽ അൺഎക്സ്പെക്റ്റഡിന് എക്സ്പെക്ട് ചെയ്യാൻ എന്തുകൊണ്ട് പറയുന്നു പറഞ്ഞാൽ, നമ്മൾക്ക് അമിഗ്ഡല എന്നൊരു സാധനമുണ്ട്. അമിഗ്ഡല എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, ഈ കുറേ അൺഎക്സ്പെക്റ്റഡ് സാധനങ്ങൾ വരുമ്പോൾ ഒരു അമിഗ്ഡല നമ്മളെ ഹൈജാക്ക് ചെയ്ത് നമ്മളെ ആക്സിഡൻസിലിരുന്നും നമ്മൾ വേറൊരു കുഴിയിൽ ചാടുന്നതോ അല്ലെങ്കിൽ പാമ്പ് കടിക്കാതിരിക്കാനോ നമ്മളെ വേറൊരു കാര്യങ്ങൾ ചെയ്ത് ചാടിപ്പിക്കുന്നു. സോ അങ്ങനത്തെ ഒരു അഡീഷണൽ പ്രിവെൻറ്റീവ് സിസ്റ്റമും കൂടെ ഉണ്ട്. ഇപ്പോൾ ട്രെയിൻ 2 ട്രെയിനുകൾ ഇപ്പോൾ കൂട്ടിമുട്ടാൻ ആക്ച്വലി പറ്റത്തില്ലെന്നാണ് നമ്മുടെ ഇലക്ട്രോണിക് എന്തോ ഒരു സിസ്റ്റം പറയുന്നുള്ളൂ. അത് മറന്നുപോയി എനിക്ക്. ഈ വന്ദേ ഭാരത് ഞാൻ ക്ലാസ് എടുത്തപ്പോൾ അത് ഞാൻ ഓർമ്മ ഉണ്ട്. 2 വന്ദേ ഭാരത് ട്രെയിൻ തമ്മിൽ ഇടിക്കാൻ പറ്റത്തില്ല, എത്ര മനുഷ്യൻ വിചാരിച്ചാലും. ഇപ്പോഴത്തെ ഈ അഡ്വാൻസ് കാർ 80 lakhs 90 lakhs കാറുകളില്ലേ സാർ, ആ കാറിൽ ഞാൻ ഒന്ന് ടെസ്റ്റ് ഡ്രൈവിന് പോയിരുന്നു. അപ്പം സൈഡിലിരുന്ന ആ വണ്ടിയുടെ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് പറയും, സാർ സ്പീഡ് കൂട്ടും, സാർ സ്പീഡ് കൂട്ടും. എൻ്റെ മുമ്പിൽ ഒരു ഓട്ടോറിക്ഷ പോകുന്നു.
അപ്പം ആക്സിലേറ്റർ പ്രസ് ചെയ്യാൻ പറയാണ്. ഞാൻ പറഞ്ഞു ഐ വിൽ ഹിറ്റ് ദിസ് ഗൈ. അത് മാത്രമല്ല പുതിയ വണ്ടി 80 ലക്ഷം രൂപ വണ്ടിയൊക്കെ ഇടിച്ചു കഴിഞ്ഞാൽ നീ എൻ്റെ മുകളിൽ കേസ് എടുക്കും. അല്ലാതെ സാറ് കൂട്ടു സാർ, വണ്ടി ഇടുക്കിയില്ല എന്ന്. എന്താന്ന് ചോദിച്ചപ്പോൾ ഞാൻ കുറച്ച് അവൻ ഇത്രയും പറഞ്ഞപ്പം ഞാൻ കൂട്ടിയപ്പം വണ്ടി ഓട്ടോമാറ്റിക്കലി പെഡൽ 0 ആയി, ആക്സിലേറ്റർ കട്ടായി. അപ്പോൾ ദാറ്റ്സ് വാട്ട് ഇലക്ട്രോണിക്കലി നവഡേസ് എവറിത്തിങ് ആർ ബീൻ പ്രിവെന്റഡ് എന്നാണ് എല്ലാ സിസ്റ്റത്തിലും പറഞ്ഞു. ബട്ട് നമ്മുടെ ഹ്യൂമൻ ഒരു ബ്രെയിനിലുള്ള എക്സ്പെക്ടേഷൻ മാത്രം നമ്മൾ കട്ട് ചെയ്യുന്നില്ല. ചെയ്താൽ നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ ജീവിക്കാൻ, ലൈഫിൽ മുമ്പോട്ട് പോകാൻ പറ്റും. സോ ടുഡേ ഐ വിഷ് ടു ടെൽ എവറിബഡി, expectation is an important, very, very important word, which we should always be aware that expectation is little bit dangerous word also. So adine avoid ചെയ്താൽ expectation may move nicely and go mindfully. മൈൻഡ്ഫുള്ളിനെ വേണ്ടി ഒക്കുവാണെങ്കിൽ സാബു സാർ പെർമിഷൻ തന്നാൽ നമുക്കൊരു 2 മിനിറ്റ് മൈൻഡ്ഫുൾ ബ്രെയിൻ ഡീപ് ബ്രീത്ത് എക്സസൈസ് ആണെങ്കിൽ ചെയ്യാം. അല്ല അദ്ദേഹത്തിന് നെക്സ്റ്റ് ക്ലാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മൂവ് ചെയ്യാം. സാബു സാർ ഉണ്ടോ? സാർ വേറൊരു ക്ലാസ്സിലാണോ? സോ എനി ഡൗട്ട് റിഗാർഡിംഗ് ദിസ്? ഫസ്റ്റ് ഒരു 3 മിനിറ്റ്സ്. ഡൗട്ടല്ല ആ സാറിപ്പൊ പറയുമ്പോ ഒരു മിനിറ്റ് എന്ന് കുറച്ച് സൗണ്ട് കുറക്കാം ടിവിന്റെ. സാറിപ്പൊ പറയുമ്പോ ഞാൻ ഈ മിഞ്ഞാന്നാള് കണ്ട ഒരു ഇൻസ്റ്റാഗ്രാമില് ഒരമ്മ മോളോട് പറയാണ്, എത്ര 10 മാസം നിന്നെ ഞാൻ കഷ്ടപ്പെട്ട് വയറ്റിൽ ഇതാക്കിയിട്ട് വളർത്തിയതാണ്. അപ്പൊ ആ കുട്ടി പറയുന്ന ഒരു മറുപടി ഉണ്ട്, എന്തമ്മ കഷ്ടപ്പെട്ട് 10 മാസം? ഞാൻ അതിന്റെ ഉള്ളിൽ ഇരുട്ടത്തിരുന്നതിന്റെ അവസ്ഥ എനിക്ക് മാത്രമേ അറിയുള്ളൂ. അവിടെ ഒരു ഫാൻ ഉണ്ടാ, AC ഉണ്ടാ, സംസാരിക്കാൻ ഒരാള് പോലും ഉണ്ടാ, തൊണ്ട ദാഹിക്കുമ്പോ വെള്ളം എടുത്തു തരാൻ ആരും ഉണ്ടായിട്ടില്ല. കണ്ണ് ഇരുട്ടതായിട്ട് കാട്ടിൽ കൊണ്ടിട്ട പോലെ ഒരു കുരങ്ങിനെ പോലെ കുത്തിരിക്കുകയായിരുന്നു. അമ്മ 2 ദിവസം അവിടെ ഇരുന്ന് നോക്കണം. അമ്മ അതിനിടയിൽ എന്റെ പേരും പറഞ്ഞ് കറങ്ങി നടക്കലും വളകാപ്പും പിന്നെ മുല്ലപ്പൂ ചൂടലും പിന്നെ പല പല ഭക്ഷണം എടുത്ത് കഴിക്കലും ഇതെല്ലാം ചെയ്യുമ്പോ ഒരു 100 രൂപയുടെ കുങ്കുമപ്പൂ തന്നിരുന്നെങ്കിൽ എനിക്ക് കളറൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതാണ് ഇപ്പോഴത്തെ പിള്ളേരെ ഒന്നും പ്രതീക്ഷിച്ചുകൂടാന്ന് പറയുന്നത്. പിന്നെ UK ഉണ്ടല്ലോ സാറേ, ഞാനൊരു 6 പ്രാവശ്യം പോയാലും ഒരു പ്രാവശ്യം 3 മാസം നിന്നു, ബാക്കിയെല്ലാം 6 മാസം നിന്നു. സാറ് പറഞ്ഞതാണ് അതിന്റെ വാസ്തവം. സൈക്കിളുണ്ട്, സൈക്കിളില് അവര് അപ്പം ഇവിടെ 2-3 ആഴ്ച ഇപ്പൊ പേരമക്കള് വന്നിട്ടാകുമ്പോ ഇവര് ഇവിടെ ഉള്ള 2-3 സൈക്കിൾ ഉണ്ട് എടുത്തിട്ട്. അപ്പം എന്റെ മോൻ പറഞ്ഞു, കുട്ടികളെ നിങ്ങൾ 12 വയസ്സ് നിങ്ങൾ പോയിക്കോ പറയുമ്പോ ഇവര് 12 വയസ്സ് ട്വിൻസ് ആണ്. രണ്ടാളും പോയിട്ടാകുമ്പോ എനിക്കിങ്ങനെ നെഞ്ഞു കിടക്കുന്നു, ഇവര് എവിടെ എത്തിന്ന് അറിയില്ലല്ലോ. അപ്പൊ ഞാനിങ്ങനെ വിളിക്കാൻ ഫോൺ കൊടുത്തിന്, അപ്പൊ ഫോൺ എടുക്കുന്നില്ല. അപ്പൊ ഗൂഗിൾ മാപ്പ് വെച്ചിട്ട് പോയിട്ട് ഇവര് 10 കിലോമീറ്റർ അപ്പുറം, ഇത് നീലേശ്വരം കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷന്റെ ബാക്ക് വരെ എത്തി. അങ്ങനെയാണ് ഇവരുടെ അവസ്ഥ. അപ്പം ചെറുപ്പത്തിൽ ഞങ്ങൾ പോയിട്ടാകുമ്പോ 3 വയസ്സുകാര് എല്ലാം അവർക്കുള്ളത് വാഷിംഗ് മെഷീനിൽ ഇടും, എന്നിട്ട് എല്ലാം എടുത്തിട്ട് വിരിച്ചിടും. ഇങ്ങനെയുള്ള സെൽഫ് എന്താ പറയണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. ഞാനിവിടെ വന്നിട്ടാകുമ്പോ മോനെ ഭക്ഷണം കഴിക്കുക, ഭക്ഷണം വിളമ്പിട്ടുണ്ടെന്ന് പറയുമ്പോൾ മോള് പറയും, മമ്മി നോ പാമ്പറിങ് വേണ്ട, അവര് സ്വന്തമായിട്ടെല്ലാം ചെയ്യുന്നതാണ്, അങ്ങനെ ചെയ്ത് ശീലിപ്പിക്കല്ലേ, എനിക്കത് ബുദ്ധിമുട്ടായിട്ട് മാറും. അവൻ വൈകുന്നേരം ഞാൻ ഓഫീസ് വിട്ട് വരുമ്പം ആദ്യത്തെ ഒന്ന് ചോറ് വെക്കണം എന്ന് പറയുമ്പോ ചോറ് വെക്കുന്നതാണ് അവിടെ കുക്കറിലെടുത്തിട്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന കുട്ടികളാണ്. മമ്മി അങ്ങനെ ഭക്ഷണാക്കല്ലേ എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. കാരണം അവര് ചെയ്യുന്നതും അങ്ങനെ. ഇപ്പം നമ്മുടെ വൈറ്റ് വാഷിന് ഇപ്പൊ ആളെ തപ്പി പിന്നെ ബംഗാളിനെല്ലാം വിളിക്കുമ്പോ അവരെന്നെ വൈറ്റ് വാഷ് ചെയ്യാന്ന് വീടുകളില്, അവരെന്നെ ചെയ്തോളും, അച്ഛനും മക്കളും. അതെ മാം, നമ്മുടെ സോഷ്യൽ സിസ്റ്റത്തിലുള്ള ഒരു പ്ലസ് ആണ് അത്. നമ്മൾ ഈ ബോണ്ടഡ് ലിവിങ്ങിലാണ് എപ്പോഴും ഉള്ളത്. ഈ ബോണ്ടഡ് ലിവിങ് എന്ന് പറഞ്ഞാൽ അവരെല്ലാം ബോണ്ടഡ് ആണ് ഓൺലി ബൈ എന്ത് പറഞ്ഞാൽ ചെറിയ പേസ്റ്റ് കൊണ്ടാണ് അവരെ ഒട്ടിച്ചെടുക്കുന്നത്. നമ്മളെല്ലാം അറാൾഡേറ്റ് കൊണ്ട് ഒട്ടിച്ചതുപോലെയാണ്. അപ്പം നമ്മൾ ഇതേപോലെ, അതാണ് മാഡം ഇപ്പൊ പറഞ്ഞത്. മാഡത്തിന്റെ കൊച്ചുമക്കള് സൈക്കിളിൽ ദൂരത്തിൽ പോയാൽ എന്ത് സംഭവിക്കും എന്ന് റീസൺ എന്താന്ന് പറഞ്ഞാൽ എമോഷണലി യു ആർ ബോണ്ട്. അവിടെ അങ്ങനെ ഒന്നുമേ അല്ല. അവരെന്താ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ, യെസ്
ഇത് ഒരു നാച്ചുറൽ നിയതിയാണ് എനിക്ക് 2 കൊച്ചുകളെ ജനിപ്പിക്കാനുള്ളത്. Yes. ഞാൻ ജനിപ്പിച്ച് അവരെ വളർത്താനുള്ളത് ഞാൻ ചെയ്യണം. ചെയ്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദെയർ ബർഡൻ ടു ലീവ് ആർ ലെറ്റ് ലീവ്. അവരെ തമാശ പോലും നമ്മളിങ്ങനെ ആശ്ചര്യപ്പെടുത്തുന്ന രീതിയിലായിരുന്നു. കാരണം ഞാൻ ഇവര് പോകുന്നതിന് 3-4 ദിവസം മുമ്പ് ഞാൻ പറഞ്ഞു ഇങ്ങനെ കുരുത്തക്കേടൊന്നും കളിച്ചൂടാ. അപ്പൊ പറഞ്ഞു അമ്മമ്മ നമ്മൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞോളൂ, ഓക്കെയാണ്. പക്ഷെ നിങ്ങളിപ്പോ പറഞ്ഞല്ലേ കുരുത്തക്കേട്, ബാക്കിയുള്ള നമ്മളെ കാര്യങ്ങൾ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണ് അമ്മമ്മ. അപ്പൊ ഞാൻ ചിരിച്ചുപോയി. അവര് തമാശ രൂപത്തിൽ അത് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മളെ ഇവിടുത്തെ കുട്ടികൾ അത്ര ഇതായിട്ടോട് സംസാരിക്കൂലല്ലോ അമ്മമ്മമാരോടും അച്ഛച്ചന്മാരോടൊന്ന്. പിന്നെ സാറ് പറഞ്ഞ പോലെ ഈ ഓരോരോ കടയിലെല്ലാം പോയാൽ നമുക്ക് അവിടെയുള്ള ആസ്ഡയാണ് കട. 80-85 വയസ്സായിട്ടുള്ള ആൾക്കാര് കടകളിൽ ഇങ്ങനെ എന്താ പറയണ്ടേ ഇരിക്കുന്ന കാണുമ്പോ നമ്മളെ ഇവിടെയുള്ള കട്ടിലിൽ കിടക്കേണ്ട പ്രായത്തിലുള്ളവരാണ് അവിടെ എല്ലാം കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ ഒരു പ്രാവശ്യം ഫ്രണ്ട്സ് എല്ലാം കൂടിയിട്ട് എല്ലാം ഒരു പരിപാടിയിൽ പോയിട്ടാകുമ്പം ഒരു സ്ത്രീ പറഞ്ഞു എനിക്ക് നാളെ തിരക്കുണ്ട്, ബേബി സിറ്റ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ മോളെ അവര് പറഞ്ഞ എനിക്ക് മനസ്സിലായി. മമ്മി നിങ്ങളിപ്പം പിന്നെ കേരളത്തിലെല്ലാം സഹായിക്കുന്നില്ലേ, അമ്മമ്മ വന്നു കുഞ്ഞിനെ നോക്കിയെന്നൊക്കെ പറഞ്ഞിട്ട്. അവിടെ എങ്ങനെയാന്ന് പറഞ്ഞാല് 16 വയസ്സ് കഴിയുമ്പോ ഞാനിപ്പോ എന്റെ ട്വിൻസിന് തന്നെ 16 വയസ്സ് കഴിയുമ്പോ അവരെ ഇഷ്ടത്തിന് വിട്ടിട്ട് ജോലി കഴിഞ്ഞിട്ട് അവര് വീട് മേടിച്ചു, ഞാൻ അവരെ വിട്ടു. അപ്പം അവരെ കുട്ടീനെ നോക്കാൻ ഞാൻ പോകുന്നുണ്ടെങ്കിൽ എനിക്ക് അവര് പൈസ തരണം. അതാണ് അവരുടെ രീതി. അതെ, അതാണ് രീതി. അപ്പൊ എല്ലാറ്റിനും സാറ് പറഞ്ഞ പോലെയുള്ള അവസ്ഥയാണ് അവിടെ ഉള്ളത്. അവിടെ പിന്നെ ഡെവലപ്ഡ് അല്ല കൺട്രീസ് ആകുമ്പോ ആ സിസ്റ്റത്തിലാണ് എല്ലാ സമയവും വീട്ടില് നമ്മൾ ഒരാൾ താങ്ക്സ് പറയാൻ പറയുന്നത്. സാറ് ഉലകണ്ണൻ സാർ എനിക്കൊരു ചോക്ലേറ്റ് തന്നാൽ ഞാൻ വാങ്ങിക്കുമ്പോൾ താങ്ക്സ് പറയുന്നു. സാറേ അതെ, ഇത് നമ്മളെന്തെങ്കിലും കാര്യം എന്താന്ന് പറഞ്ഞാൽ അവിടെ ബോണ്ടിങ് കുറവാണ്. ബോണ്ടിങ് കുറവ് വരുമ്പോൾ ഇഫ് സംബഡി ഡസ് സം പോസിറ്റീവ് ആക്ഷൻ ടുവേഴ്സ് മീ, ഐ ഹാവ് ടു താങ്ക് ഹിം ഓർ ഹർ. ചോദിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടില് ഒരു അമ്മ മോൾക്ക് ചോറെടുത്ത് കൊടുത്താൽ അല്ലെങ്കിൽ ഒരു മാമി മരുമോന് ചോറ് കൊടുത്താൽ താങ്ക്സ് പറയാൻ പാടില്ല. വി ആർ ബോണ്ടഡ്. നമുക്ക് കുറെ പണികളുണ്ട്, ഈ പണി ചെയ്യണമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നു. അവർ അങ്ങനല്ല. ഐ ആം സപ്പോസ് ടു ഡു മൈസെൽഫ്. എൻ്റെ പണി ഞാൻ ചെയ്യണം. അതിനിടയ്ക്ക് കൂട്ടുകാരനായ ഇളങ്കോ ആ പ്ലേറ്റ് കൊണ്ടുവന്ന് തന്നു, അപ്പോൾ ഐ ഷുഡ് താങ്ക് ഹിം. അല്ലെങ്കിൽ കടക്കാരൻ താങ്ക് ചെയ്യണം. അപ്പം അവിടെ ഈ താങ്കിങ് പരിപാടി ഓവറാണ്. ഞാൻ ഒരാളെ അറിയാതെ ഇടിച്ചുപോയി, മീൻസ് ഒരു റഷിൽ കയറുമ്പോൾ ഇടിച്ചുപോയി. എൻ്റെ പുറകിലിരുന്ന് ഫ്രണ്ടിൽ വന്ന് അങ്ങനെ ഐ എം സോറി എന്ന് പറഞ്ഞിട്ട് പോയി. ഞാൻ മോളെടുത്ത് ചോദിച്ചു ഇതെന്താ പരിപാടി എന്ന്. ഞാനല്ലേ ഇടിച്ചത്. ഐ ആം സപ്പോസ് ടു ക്ലൈം ആർ സേ സോറി, ബട്ട് ഹീ സെഡ് ഇറ്റ്. പപ്പ ദിസ് ഈസ് കൾച്ചർ ഓഫ് UK എന്ന് പറഞ്ഞു. അപ്പം ആര് എന്ത് ചെയ്താലും കുറ്റം സംഭവിച്ചാൽ രണ്ടുപേരും സോറി പറയേണ്ടത് ഇവിടുത്തെ ഡ്യൂട്ടിയെന്ന്. പിന്നെ ഇതേപോലെ നടന്ന് വെറുതെ ഞാനിങ്ങനെ നടക്കാനൊക്കെ പോവാം. അപ്പം ഈ പ്രായമുള്ളവരെ ഇങ്ങനെ കണ്ടാലെല്ലാം ഗുഡ് മോർണിംഗ്, ആർ യു ഹാപ്പി, ഹൗ ആർ യു എന്ന് ചോദിച്ചാൽ ഭയങ്കര കാര്യമായി അവർക്ക്. അവരെല്ലാവരും അതാണ് മാം. അവര് വേറൊരു പിന്നെ അവിടെ എന്താ പറയാ യു ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മീൻസ് യു ഫസ്റ്റ് ആൻഡ് ഐ സെക്കൻഡ് എന്ന് പറയുന്നതിന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വലിയ സൂട്ട് കേസ് എടുത്ത് അവിടുത്തെ ട്യൂബിൽ കയറാൻ പോവാണ്. ട്യൂബ് എന്ന് പറയുന്നത് ഇവിടുത്തെ മെട്രോ ട്രെയിൻ പോലെ കയറാൻ പോവാണ്. ഞാൻ നോക്കിയപ്പം 1 മിനിറ്റേ അവിടെ ആ സ്റ്റേഷനിൽ നിൽക്കുകയുള്ളൂ. പെട്ടെന്ന് കയറണം, വലിയ സൂട്ട് കേസ് പിടിച്ച് കയറ്റണം. അപ്പം ഞാൻ നേരെ ഫ്രണ്ടിൽ കയറുന്നു. അപ്പം മോള് പറഞ്ഞു പപ്പ കമാൺ ദ ലൈൻ. അവിടെ ആൾറെഡി 8 പേരെ 9 പേരെ നിൽക്കുന്നുണ്ട്. ഞാൻ ബാക്കിൽ ഇതൊക്കെ കൊണ്ട് ബാക്കിൽ ഉരുട്ടിക്കൊണ്ട് നിന്നിട്ട് ഇത്രയും ഹൈറ്റ്, അതിനാൽ പ്രോബ്ലി 3.5 ഫീറ്റ് 4 ഫീറ്റ് ഹൈറ്റിലുള്ള സൂട്ട് കേസാണ്. 3.5 ഫീറ്റ് ആണെന്ന് തോന്നുന്നു ആ വലിയ സൂട്ട് കേസ്. അപ്പം അത് കൊണ്ട് വെച്ചിരുന്നപ്പം ഞാൻ ഫ്രണ്ടിൽ നിന്നപ്പം ഒരു ലേഡിയാണ്, ഒരാൾ കയറി, അടുത്ത ആൾ ഒരു ലേഡി എന്നെ കയറാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പം മോള് പറഞ്ഞു നോ നോ എന്ന് പറഞ്ഞപ്പം ഞാൻ ആ ലേഡി എടുത്ത് റിക്വസ്റ്റ് ചെയ്ത് യു പ്ലീസ് ഗെറ്റ് ഇൻ എന്ന് പറഞ്ഞു. നോ പ്ലീസ് യു പിക്ക് യുവർ ലഗേജ് ആൻഡ് എൻ്റർ എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ വേറെ മാർഗമില്ലാത്തത് കൊണ്ട് അകത്ത് കയറിയപ്പം മോൾ അകത്ത് കയറിയിട്ട് പറഞ്ഞു അപ്പ നാണം കെടുത്തിയല്ലോ ആ ലേഡി എന്ന് പറഞ്ഞത്. അതാണ് ദാറ്റ് മീൻസ് ദെയർ കൾച്ചർ ഈസ് ഇഫ് ദേ പെർമിറ്റ് യു ദേ ആർ മേക്കിംഗ് അഷേംഡ്. അപ്പൊ ഇങ്ങനത്തെ ലെവലാണ് അവരെ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു കാര്യം അതിനകത്ത് ഇത് പോസിറ്റീവ് ആണ്. സം നെഗറ്റീവ്സ് ആർ ദേ ആർ നോട്ട് ബോണ്ടഡ് ലൈക്ക് us, ബട്ട് ദേ ആർ സെൽഫ് റിലയൻറ്റ്. ഈവൻ ദോ ദേ ആർ നോട്ട് സെൽഫ് റിലയൻറ്റ്, മെന്റലി ദേ ആർ സെൽഫ് റിലയൻറ്റ്. ആ റിലയൻസ് എപ്പോൾ വന്നു എന്ന് പറഞ്ഞാൽ when they have less expectation from family or youngsters.
മാഡം പറഞ്ഞ 85 വയസ്സുകാരൻ ആസ്തായിലോ ലിഡിലോ പോയി സാധനങ്ങൾ വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞാൽ ദേ ആർ സെൽഫ് റിലയന്റ് എന്ന് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അവർക്ക് റോട്ടിൽ കൂടെ നടക്കുന്നു. നമുക്ക് അങ്ങനെ ഇല്ല. നമ്മൾ 60 കഴിഞ്ഞാൽ എപ്പോഴും വേണമെങ്കിലും വീഴാം. അത് ഒരു കാര്യം കൂടെ ഉണ്ട്, നമ്മുടെ റോഡ് ഡിസിപ്ലിൻഡ് അല്ല. അല്ല അല്ല നമ്മൾ കാറ് നിർത്തിയിരിക്കുമ്പോൾ നമ്മുടെ സൈഡിൽ കൂടെ ഒരു സ്കൂട്ടർ ഇങ്ങോട്ട് വന്ന് അതിൽ കൂടെ ഇങ്ങോട്ട് തിരിയുകയും ചെയ്യും. അവിടെ അങ്ങനെ ഒന്നുമില്ല, അതൊരു ലാഭമുണ്ട്. അപ്പൊ നമ്മൾ സെൽഫ് ഡിസിപ്ലിൻ ആകാൻ തുടങ്ങുവാണെങ്കിൽ we can start with less discipline, less expectation. However, it is good thing, nice. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും? റോയ് സാറിന്റെ കമന്റ്സ്. അതെ, ഞാൻ ഇന്ന് അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ്, ഇന്ന് കയറാൻ പറ്റൂലായിരുന്നു, എക്സ്പെക്ട് ചെയ്യാതെയാണ് സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തത്. അപ്പോ ഒത്തിരി സന്തോഷം തോന്നുന്ന കാര്യങ്ങളാണ് സാർ പറഞ്ഞത്. മനുഷ്യനൊഴിച്ച് എല്ലാ ജീവജാലങ്ങളും, അതായത് മൃഗങ്ങളും ഒക്കെ കണ്ടു ഇതുപോലെ എക്സ്പെക്ടേഷൻ ഇല്ലാണ്ട് അവര്. കാരണം ഈ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ സാർ പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ്. നമ്മൾ ചെറുപ്പം മുതലേ, ഒരു കുട്ടി ഉണ്ടാവുമ്പോൾ മുതലേ നമ്മൾ അവനിലെ പ്രതീക്ഷിക്കുകയാണ് അവനായിരിക്കും നമ്മളെ സഹായിക്കുന്നത്. മറ്റത് പ്രകൃതിയിലേക്ക് നോക്കൂ, മൃഗങ്ങളൊക്കെ ആ ഒരു ഏജ് കഴിഞ്ഞാൽ പിന്നെ അവര് തമ്മിൽ ഇതില്ല. അപ്പോ സാറ് പറഞ്ഞ ഈ എക്സ്പെക്ടേഷൻ വിത്ത് മൈൻഡ്ഫുൾനെസ് എന്നുള്ളത് ആ ആശയം മാത്രമല്ല, ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സാർ പറഞ്ഞല്ലോ, ലെസ്സർ വി എക്സ്പെക്ട് മോർ വി എൻജോയ്. കറക്റ്റാണ്. അത് വളരെ ഇതായിട്ട് എനിക്ക് തോന്നി. ഞാൻ വളരെയധികം ഈ കാര്യത്തിൽ താങ്ക്ഫുൾ. കാരണം ഒരു വലിയ ഇതായിട്ട് എനിക്ക് തോന്നി. രാജു സാർ, നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആൾ വരുമ്പോഴത്തേക്ക് കൂടുതൽ എൻജോയ്മെന്റ് ഉണ്ടാവും, കൂടുതൽ ഫീൽ മോർ ജോയ്ഫുൾ. അത് പറയുന്ന പോലെ, അതുപോലെ തന്നെ ഇന്ന് ഞാനിവിടെ രംഗോ സാറാണെന്നുള്ള രീതിയിൽ അതല്ല എക്സ്പെക്ട് ചെയ്യുന്നതല്ല വന്നത്. റോയ് സാർ പറഞ്ഞ പോലെ ഇവിടെ തുറന്നപ്പോഴത്തേക്ക് രംഗോ സാറിനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എൻജോയ്, വളരെയധികം എനിക്ക് ജോയ് ഉണ്ടായി. ഞാൻ എപ്പോഴും പ്ലാൻ ചെയ്യുന്നത്, വി ഷുഡ് ടേക്ക് എ സ്മോൾ വേർഡ്, സ്റ്റാർട്ട് ക്യാരി ഓൺ എക്സ്പ്ലോർ, then we will have a different dimension of that word or that material or that thinking. എന്ന ഒരു ഇതിലാണ് എനിക്ക് കുറേ കാര്യങ്ങൾ ഇപ്പോഴൊക്കെ പല സമയങ്ങളിൽ കിട്ടും. നമ്മുടെ തെർമോസ്റ്റാറ്റിൻ്റെ ആയിരുന്നു എനിക്ക് അതിനകത്ത് ഉന്മേഷം കിട്ടിയത്, ഹ്യൂമൻ തെർമോസ്റ്റാറ്റല്ലേ സാർ. അപ്പം അങ്ങനെ ഓരോന്നിനും നമ്മൾ തിരിച്ച് നോക്കുമ്പോൾ ഈ എക്സ്പെക്ടേഷൻ തന്നെ, ഞാൻ ആ PhD ലേഡി വായിച്ചപ്പോൾ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ അവരൊരു തീസിസ് ചെയ്തിട്ടുണ്ട്. അത് എന്ന് പറഞ്ഞാൽ ഇത്രയും കോംപ്ലക്സ് എന്നാണ് അവർ പറയുന്നത്. കുറേ കൂടെ വായിച്ചാൽ ഒരുപാട് ഇൻട്രസ്റ്റ് വരും. സാർ വെക്കുവാണെങ്കിൽ ആ എക്സ്പെക്ടേഷൻ അവരുടെ PhD തീസിസിന്റെ സിനോപ്സിസ് തന്നിട്ടുണ്ട്, സാർ വായിച്ചു നോക്കുക. ഗുഡ്, താങ്ക് യു സാർ. ഉലകണ്ണൻ സാർ. സാർ, എക്സ്പെക്ടേഷനെ കുറിച്ച് ഒരു വാക്ക്. നമ്മൾ ബസ് സ്റ്റോപ്പിൽ പോയിട്ട് നമ്മളോട് വീട്ടിൽ നിന്ന് പറഞ്ഞു തന്നെ 9:30 ദാറ്റ് ബസ് വിൽ കം. അപ്പൊ നമ്മുടെ എക്സ്പെക്ടേഷൻ 9:30 ആണ്. നമ്മൾ ഓരോ നിമിഷവും വായിച്ചു നോക്കും, ഓ ഇനി 2 മിനിറ്റ്, ഇനി 3 മിനിറ്റ്, 1 മിനിറ്റ്. പക്ഷെ 5 മിനിറ്റ് കഴിഞ്ഞിട്ടും ബസ് വരുന്നില്ലാത്തൊരവസ്ഥയുണ്ട്. നമ്മുടെ എക്സ്പെക്ടേഷൻ സ്പോയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ മറ്റൊരാള്, അയാൾക്ക് ടൈമൊന്നും അറിയില്ല, ഇടയ്ക്ക് നോക്കും, വരട്ടെ. അയാൾക്ക് ഒരു ബോറിങ്ങും ഉണ്ടാവില്ല. ചിലപ്പോൾ 9:10 ആകുമ്പോൾ ഒരു ബസ് വരുന്നതാണ്, സോ ഹാപ്പി, യാത്ര ചെയ്യും. ആദ്യത്തെ കേസിൽ എക്സ്പെക്ടേഷൻ വെച്ച് അവിടെ നിന്നുകൊണ്ടാണ് 5 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാൻ അയാൾ വല്ലാതെ ബുദ്ധിമുട്ടിയത്. മറ്റേയാൾക്ക് എക്സ്പെക്ടേഷൻ ഒന്നുമില്ല, ബസ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, വന്നാൽ കയറാം. അയാൾ ഹാപ്പിയാണ്. മറ്റേയാൾ ഹാപ്പി അല്ല. എന്നോട് 9:30 കൃത്യം പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ ഹൈ എക്സ്പെക്ടേഷൻ വെക്കുമ്പോൾ നമുക്ക് നിരാശ എന്നൊരു വസ്തു കൂടെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരും, അല്ലേ സാർ? അത് നല്ലൊരു വാക്കാണ് സാർ എന്നെ പഠിപ്പിച്ചത്. വേറെ ഈ എക്സ്പെക്ടേഷന്റെ കൂടെ നിരാശ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ്. നല്ല കാര്യം സാർ. ഞാനൊരു നമ്മളെ ഫാദർ തോമസ് അച്ചോ, എനി കമന്റ്സ് ഓൺ ഇളങ്കോസ് എക്സ്പെക്ടേഷൻ? അതെ, മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇല്ല ചേട്ടൻ. സ്നേഹലത മാം,
അദ്ദേഹം എൻ്റെ കൂടെ സൈക്കോളജി കുറെ കാലം പഠിച്ചതാണ്. പിന്നെ ഓസ്ട്രേലിയയിലോട്ടൊക്കെ പോയി മോളുടെ കൂടെ. അല്ലേ മാം? ആ, അതെ അതെ സാർ. അതെ, അവിടെ ചെല്ലുമ്പോഴേ അവര് നമുക്ക് ഇങ്ങനെ സാറ് പറഞ്ഞ പോലെ തന്നെ എല്ലാം ഇങ്ങോട്ട് ചെയ്ത് തന്ന് ആണ് എല്ലാം സഹായിക്കുന്നത്. എന്നിട്ട് ഞാനൊരു ദിവസം ഒരു പാഴ്സൽ വന്ന് എനിക്ക് അകത്തോട്ട് കയറ്റാൻ പറ്റുന്നില്ല. അപ്പൊ റോഡിൽ കൂടെ പോയ ഒരു ലേഡി വന്ന് അവരതെല്ലാം പൊക്കി അകത്ത് കയറ്റി തന്ന് എനിക്ക് താങ്ക്സും പറഞ്ഞ് അവര് പോയി. അങ്ങനെയാണ് അല്ലേ? അവിടുത്തെ രീതി. പിന്നെ ഫുഡിന്റെ കാര്യത്തിൽ എല്ലാം അവര് കാർബ് മാത്രമായിട്ട് അവർ കഴിക്കത്തേ ഇല്ല, എല്ലാം വേണം, ബാലൻസ്ഡ് ആയിട്ടേ അവർ കഴിക്കുള്ളൂ. അങ്ങനെയുള്ള ഒത്തിരി പ്രത്യേകതകളാ അവർക്ക്. നമ്മള് നമുക്ക് അറിഞ്ഞൂടാ, നമ്മൾ ആ പഴയ രീതിയിലെങ്ങും കഴിക്കും. ചോറ് ആണ് നമ്മള് മെയിൻ ആയിട്ട് കഴിക്കുന്നത്, അവരെല്ലാം വേണമെന്നുള്ള ഇതിലാണ്. വളരെ റൈറ്റ് ആണ് മാം. അതാണ് ഞാൻ പറഞ്ഞില്ലേ, ആ കിച്ചണില് എല്ലാവരുടെ വീട്ടിലും കിച്ചണില് ഒരു വെയിങ് മെഷീൻ വെച്ചിട്ടുണ്ട്. ചെറിയ ഇലക്ട്രോണിക് ഒരു പ്ലേറ്റ് പോലത്തെ ഒരു സാധനം. അതിനകത്ത് ഓരോന്നും അവർ മെഷർ ചെയ്ത് നേരെ, നമ്മളാണെങ്കിൽ അടുപ്പത്ത് ഈ മറ്റു സാധനങ്ങൾ വെറുതെ കൊട്ടും. അവർ ഓരോന്നും മെഷർ ചെയ്താണ് ഇടുന്നത്. അവരെല്ലാം ഇന്ത്യൻസ് ആണ്, കേരളത്തിൽ നിന്ന് പോയവരാണ്. പക്ഷെ അവിടുത്തെ കൾച്ചർ പിക്കപ്പ് ചെയ്തിട്ട് ഇങ്ങനെയാണ് അവർ ചെയ്യുന്നത്. അതൊരു important thing ആണ്, which we have to learn something from them. Not everything, but something. സാറേ നമ്മുടെ ഭയങ്കര ഹെക്കോ അടിക്കുന്നത്. എവിടെ നിന്നാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്ക് മനസ്സിലാകുന്നില്ല, എവിടെയോ ഒരു നേക്കോ വരുന്നു. വേറെ ആരെങ്കിലും? ബ്ലാങ്കോ സർ. യെസ് സാർ, പറയണു സാർ. താങ്ക് യു സർ. എക്സ്പെക്ടേഷന് അതിനെപ്പറ്റി മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ കാരണം അത് തന്നെയല്ലേ എന്ന് തോന്നിപ്പോകുന്നുണ്ട്. അതെ, ഇത് നമ്മളെന്തിനു മറ്റുള്ളവരെ ആശ്രയിക്കണം? സ്വയം ചെയ്യാൻ കഴിയുന്നത് മുഴുവൻ സ്വയം ചെയ്യുക, സിമ്പിൾ ലൈഫ് നയിക്കുക. ഇത് ആഗ്രഹങ്ങൾ ഒഴിവാക്കിയാൽ പ്രശ്നങ്ങൾ, ദുഃഖങ്ങൾ ഒഴിവാക്കാൻ കഴിയുന്നുള്ള തിയറി ഉണ്ടല്ലോ. അതും എക്സ്പെക്ടേഷനായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് ഒരു സംഗതിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നമ്മുടെ കൾച്ചറാണ്. നമ്മൾ മറ്റുള്ളവരെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് നമ്മളൊരു കൾച്ചറായി മാറിക്കഴിഞ്ഞിരിക്കുക. നമ്മളെ കുടുംബ പശ്ചാത്തലവും നാട്ടാചാരങ്ങളും ജീവിത രീതിയൊക്കെ അങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ കഴിഞ്ഞാൽ ജീവിതം കൂടുതൽ സുന്ദരമാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, താങ്ക് യു സർ. നല്ലൊരു ക്ലാസ്. താങ്ക് യു സർ. താങ്ക് യു. നമസ്കാരം. ആരിൽ നിന്നും ഒന്നും എക്സ്പെക്ട് ചെയ്യാതിരിക്കുക. എക്സ്പെക്ട് ചെയ്യുമ്പോഴാണ് പ്രയാസം ഉണ്ടാവുന്നത്. ഒന്നും പ്രതീക്ഷിക്കാതെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ ഒരു പ്രയാസവും ഉണ്ടാവില്ല. നല്ല ക്ലാസ് ആയിരുന്നു. നന്ദി, നമസ്കാരം. ഗോപകുമാർ. താങ്ക് യു സർ. താങ്ക് യു. എഡ്വിൻ സ്റ്റാൻലി സർ. കടമനിട്ട ഒരു കവിതയുണ്ട്, കോഴി എന്ന കവിതയുടെ പേര്. അത് ആ കവിതയുടെ 2 ലൈൻ പാടാം. ഇന്നും എൻ്റെ ചിറകിനു കീഴെ നിന്നു നിന്റെ വയറു നിറയ്ക്ക, എന്നു തോന്നുന്ന തോന്നലു വേണ്ട, നിന്റെ ജീവിതം നിൻ്റേതു മാത്രം. ഈ നമ്മുടെ ഈ പാശ്ചാത്യ രാജ്യങ്ങളിലെ കുടുംബത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് വളരെ കറക്റ്റാണ്. അത് എന്നും മാതാപിതാക്കളെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാമെന്നുള്ള തോന്നൽ വേണ്ട. അത് നമ്മളെ പിള്ളേരോട് പറയേണ്ടതാണ്. അല്ല, നമ്മളെ ഇന്ന് ഞാൻ ഈ പോയിന്റ് പറയാൻ ഉദ്ദേശിച്ചത് എന്താ പറഞ്ഞാൽ, നമ്മളെല്ലാം ബോണ്ടിങ് ആക്കാൻ വേണ്ടിയായിരിക്കും ഈ എക്സ്പെക്ടേഷൻ കൂട്ടാൻ പറഞ്ഞത്. നിന്റെ മോൻ നിന്നെ മീൻസ് നീ മോനെ ആശ്രയിച്ച് നീ ജീവിക്കണം വാർദ്ധക്യ കാലത്തിൽ. അപ്പം ഇങ്ങനത്തെ സൈക്ലിക് സിസ്റ്റത്തിൽ വരണം. എന്തെന്ന് പറഞ്ഞാൽ അപ്പോൾ മാത്രമേ ഞാൻ എൻ്റെ മോനെ ആശ്രയിക്കണം, അല്ലെങ്കിൽ എൻ്റെ മോൻ എനിക്ക് ബൈ ഡിഫാൾട്ടായിട്ട് ചെയ്തു തരും. ബിയോണ്ട് ദാറ്റ് ആ ബോണ്ടിങ് ഉണ്ടെങ്കിൽ എല്ലാവരും കുടുംബത്തിൽ ഒത്തൊരുമിച്ച് നിൽക്കണം. പണ്ടൊക്കെ കൂട്ടുകുടുംബമായിരുന്നു. ഇതെല്ലാം ഈ എക്സ്പെക്ടേഷൻസ് ലിങ്ക് ചെയ്താൽ മാത്രമേ നിൽക്കുള്ളൂ എന്ന് ചെയ്തതായിരിക്കാം. അത് എനിക്ക് റൈറ്റ്ലി അങ്ങനെ ഒരു ആംഗിളും കൂടെ തോന്നി, അതായിരിക്കാം. ഹൗവർ നമ്മുടെ സാബു സാർ തിരിച്ചു വന്നു. എവിടെ വന്നു സാബു സാർ തിരിച്ചു വന്നു. സാർ പറയൂ സാർ, എന്തായി? രാജു സാറ് പറഞ്ഞത്, ഞാൻ SSLC+2 മോട്ടിവേഷൻ ക്ലാസ് എടുക്കുമ്പോ
ആദ്യം കുട്ടികളോട് ചെല്ലുന്ന കടവനിട്ടന്റെ കവിതയാണത്. എന്നും എന്റെ ചിറകിന്റെ കീഴിൽ നിന്ന് വേറെ നിറക്കാമെന്ന് തോന്നല് വേണ്ട, നേരമായി നിനക്ക് ജീവിക്കാൻ നേരം ഇന്ന് തിരക്ക് കൂട്ടുന്നു പറഞ്ഞിട്ട്. നല്ല കവിതയാണ് സാറ്. രാജു സാർ, താങ്ക്സ് ഓർമ്മിച്ചേനെ. ആകുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളെ കുത്തിമാറ്റുക എന്ന് പറയുന്നത്. പിന്നെ അവരുടെ ജീവിതം ഫാദർ തോമസ് വന്നില്ല, അദ്ദേഹത്തിന് ഞാൻ ബാക്കി എല്ലാവരും സംസാരിച്ചോ? വന്നു മൈക്ക് ഓഫ് ഓണായി. ഞാൻ അല്പം തിരക്കിലാണ് സാറേ, അതുകൊണ്ടാണ്. കുഴപ്പമില്ല സാർ, സാറിന് കണ്ടിട്ട് കുറെ കാലമായി, അതുകൊണ്ടാണ് വിളിച്ചത് സാർ. തിരക്കായുണ്ട്. സാബു സാറിനെ ഇടയ്ക്ക് വിളിക്കും. കാണുന്ന സന്തോഷം. എക്സ്പെക്ടേഷൻ ആണ് നമ്മളെ നയിക്കുന്നതെങ്കിലും അതിനുവേണ്ടി തന്നെ ജീവിതം മാറ്റി വെക്കുന്നവർക്കായി പ്രശ്നം ഉണ്ടാകുന്നത്. ഈ സതീശൻ ഒരു വിധവയുടെ മകന് വേണ്ടി ഒത്തിരി പേരുടെ പുറകെ നടന്ന് ജോലി മേടിച്ചു കൊടുത്തു. ജോലി മേടിച്ചു കൊടുത്തു, ആ ജോലിയൊക്കെ കിട്ടി അവനങ്ങ് പോയി. പുള്ളി ഒരു ദിവസം, ഒരു മാസം കഴിഞ്ഞപ്പോൾ പുള്ളി ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ആ മനുഷ്യന് വേണ്ടി, ആ സ്ത്രീയുടെ മോന് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് ഒരു വാക്ക് നന്ദി പറഞ്ഞില്ലല്ലോ എന്നൊരു ഇച്ഛാഭംഗം ഉണ്ടായപ്പോ അന്ന് രാവിലെ ബൈബിള് തുറന്നപ്പോ പുള്ളിക്ക് കിട്ടിയ ചിന്ത പുള്ളി ഷെയർ ചെയ്ത് കേട്ടതാ. യേശുക്രിസ്തു 10 കുഷ്ഠരോഗികൾക്ക് സൗഖ്യം കൊടുത്തിട്ട് ഒരു ആൾ മാത്രം മടങ്ങി നന്ദി പറഞ്ഞപ്പോൾ ദൈവം എന്നോട് ഇതിലൂടെ സംസാരിക്കാറ്, നീ നിന്റെ കർമ്മം ചെയ്തേച്ചാൽ മതി, ആരിൽ നിന്ന് യാതൊന്നും പ്രതിഫലം ആഗ്രഹിക്കേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോൾ മനസ്സിന്റെ ഭാരം മാറിപ്പോയി എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ എക്സ്പെക്ടേഷനോടുകൂടെ ജീവിക്കണം. പക്ഷെ അത് എല്ലാവരിൽ നിന്നും എല്ലായ്പ്പോഴും കിട്ടണമെന്ന് വാശി പിടിക്കേണ്ട കാര്യമില്ല. കിട്ടിയില്ലെങ്കിലും സ്വീകരിക്കാം. ആ ഒരു ആണ് സാർ പറഞ്ഞത്, ഞാൻ പഠിപ്പിച്ചെന്ന് വിശ്വസിക്കുന്നു. മിനിമൈസ് ചെയ്യാൻ പറഞ്ഞതിന്റെ റീസൺ അതാണ്. താങ്ക് യു ഫാദർ. അല്ല, ഇദ്ദേഹം ഇപ്പം തോമസ് അച്ഛൻ പറഞ്ഞ വാക്ക് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, നമ്മുടെ കുഞ്ഞുഞ്ഞ് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി CM ആയിരിക്കുമ്പോൾ ഒരു പയ്യൻ ബിടെക്കിന് പഠിക്കാൻ പോയ തിരുവനന്തപുരം വള്ളക്കടവിലുള്ള ഓട്ടോറിക്ഷക്കാരൻ്റെ മോൻ ബിടെക് എഴുതാൻ പറ്റിയില്ലാതെ വന്നപ്പം ആരോ പറഞ്ഞെന്ന് വെറുതെ ഒരു ഇത് ചെയ്ത്, അതെല്ലാം നടക്കില്ല എന്ന് പറഞ്ഞപ്പം ഒരു ഇൻലൻഡിൽ എനിക്ക് പഠിക്കാൻ പൈസ ഇല്ല, എനിക്ക് ഈ സെമസ്റ്റർ ഫീന് സഹായിക്കണമെന്ന് പറഞ്ഞപ്പം ഉമ്മൻചാണ്ടി ആ കോളേജിലെ വിളിച്ച് ഓഫീസിൽ കൂടെ വിളിച്ച് പറഞ്ഞെന്ന് ഈ പയ്യനെ ടോട്ടലി, അതൊരു എയ്ഡഡ് കോളേജായിരുന്നു, ഈ പയ്യനെ CMന്റെ കെയർ ഓഫിൽ ഫീ വേവ് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ ഫീ റിക്വസ്റ്റ് CM ഓഫീസിൽ എല്ലാ സെമസ്റ്റർ സമയത്തും അയക്കണം, ഫീ വിൽ ബി പെയ്ഡ് എന്ന് പറഞ്ഞിരുന്നത്. ആ ഭാഗത്ത് പേ ചെയ്തോല്ല എന്നല്ല, ആ പർട്ടിക്കുലർ engineering graduate afterwards he studied for or practiced or prepared for IAS കിട്ടി കഴിഞ്ഞിട്ട് ഉമ്മൻചാണ്ടി മരണപ്പെടുന്ന ദിവസം പുള്ളിക്ക് 100% അറ്റൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അന്ന് നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ മുർമുയുടെ കയ്യിലിരുന്ന് ഒരു അവാർഡ് വാങ്ങിക്കുന്നതുകൊണ്ട് എത്താൻ പറ്റിയില്ല എന്ന് ഒരു ലേഖനം കൊടുത്തിരുന്നപ്പോഴാണ്, അത് വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതാണ് ഫാദർ പറഞ്ഞത്. അപ്പോൾ ഉമ്മൻചാണ്ടി നെവർ എക്സ്പെക്റ്റഡ് എനിത്തിങ് ഫ്രം ദാറ്റ് ബോയ് എന്ന്, അതും ആ IAS തന്നെ എഴുതിയിട്ടുണ്ട്. ഈ നെവർ എക്സ്പെക്റ്റഡ് എനിത്തിങ്. എന്നെ ഒരു ദിവസം പോലും വിളിച്ചിട്ട് എന്തായിരുന്നു, ഇദ്ദേഹം IAS കഴിഞ്ഞിട്ട് ഒരു ലെറ്റർ മാത്രം എഴുതുന്നത്, ഐ വിൽ കം പേഴ്സണലി ആൻഡ് മീറ്റ് യു ആൻഡ് ഗീവ് മൈ ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് താങ്ക്സ് എന്ന് പറഞ്ഞിരുന്ന, എനിക്ക് പോകാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അപ്പം വിത്തൗട്ട് എക്സ്പെക്ടേഷൻ വി ഷുഡ് ഡു മെനി ആക്ഷൻസ് ആൻഡ് എക്സ്പെക്ട് മിനിമം. അതാണ് ഫാദർ തോമസിന്റെ നമുക്ക് തരുന്ന ഇന്നത്തെ പാഠം. താങ്ക് യു ഫാദർ. ഓക്കെ സാർ. നമുക്കാകാവുന്നത് മാത്രം എക്സ്പെക്ട് ചെയ്യുന്നതൊക്കെ കിട്ടുമെന്നുള്ള പൂർണ്ണ വിശ്വാസവും ഉണ്ടാകുക, അല്ലേ? അതെ, അങ്ങനെ വന്നാൽ യു സ്റ്റാർട്ട് ലീവ് മൈൻഡ്ഫുള്ളി ആൾസോ. യെസ്, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മൈൻഡ്ഫുൾ ആയിട്ട് പൊക്കോളും. അതെ, ഓവർ എക്സ്പെക്ടേഷൻസ് വേണ്ട. അതാണ് ഇന്നത്തെ സമൂഹത്തിന്റെ ഒരു പ്രത്യേകത. വേറെ എല്ലാവരും പറഞ്ഞോ? മേരി മാം പറഞ്ഞോ? സ്നേഹലത മാം എല്ലാവരും പറഞ്ഞു അല്ലേ? ഗോപകുമാർ സാർ പറഞ്ഞു. മേരി മാം വന്നില്ല, ഗോപകുമാർ സാറൊക്കെ പറഞ്ഞു. യെസ്, മേരി മാം. ജോർജ് സാർ വന്നില്ലല്ലോ. ജോർജ് സാർ ഞാനിത് അറിഞ്ഞോ അറിയാതെയോ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ പ്രാവർത്തികമാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ ഇപ്പോൾ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞപ്പോഴാണ് അത് കൂടുതലായിട്ട് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയത്. ഞാൻ ആ ഒരു രീതിയിലാണല്ലോ അത് ഇപ്പൊ ചെയ്യുന്നതെന്ന്. മക്കളിൽ നിന്നാണെങ്കിലും
ഞാൻ ഇപ്പൊ കൂടുതലായിട്ട് അങ്ങനെ എക്സ്പെക്ട് ചെയ്യാറില്ല. അപ്പൊ അപ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ സങ്കടം വരുന്നത്, അവർ ചെയ്തില്ലെങ്കിലേ, അല്ലെ മറ്റുള്ളവരിൽ നിന്നും നമുക്ക് കിട്ടിയില്ലെങ്കിൽ. അപ്പൊ ആ ഒരു രീതിയിലേക്ക് കുറച്ചൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളായതുകൊണ്ട് ഈ ഒരു കാര്യം കേട്ടപ്പോൾ കൂടുതൽ അർത്ഥവത്തായിട്ട് തോന്നി. താങ്ക് യു ഇളങ്കോ സാർ. താങ്ക് യു മാം, താങ്ക് യു. എനിക്ക് എന്താണെങ്കിലും എല്ലാവരുടെ മനസ്സിലും ചെറിയതായിട്ട് ട്രിഗർ ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു. പക്ഷെ ഇന്നത്തെ ഫീഡ്ബാക്കിലിരുന്ന് സാബു സാർ, യു ഷുഡ് റിക്വസ്റ്റ് ആൻ ഓറേറ്റർ, നല്ല സംസാരിക്കുന്ന ഒരാളുടെ അടുത്തിരുന്ന് എക്സ്പെക്ടേഷനെ കുറിച്ച് നീറ്റായിട്ട് ഒരു ലെക്ചർ എടുക്കാൻ പറയുക. എവറിബഡി വിൽ അണ്ടർസ്റ്റാൻഡ്. ഞാനൊരു സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് എൻ്റെ ആംഗിളിൽ ഞാൻ വ്യത്യസ്തമായിട്ടാണ് കൊടുത്തത്. ബട്ട് എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക് സൊസൈറ്റി ഫുള്ളും ചെല്ലണമെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് സാർ. സത്യത്തിൽ സാർ ഈ തലമുറയുടെ ഏറ്റവും വലിയൊരു ആവശ്യമാണ്. കാരണം എക്സ്പെക്റ്റേഷൻസിൻ്റെ എന്താ പറയുക, റൂട്ട് മാറിപ്പോകുന്ന ഒരവസ്ഥയിലാണ്. കാരണം സാഹചര്യങ്ങൾ അങ്ങനെയാണ്, നമ്മുടെ ചുറ്റുപാടുകൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ, അതുകൊണ്ട് തന്നെ എൻവയോൺമെൻറ്റൽ സാഹചര്യങ്ങൾ തന്നെ അതാണ്. പക്ഷെ അവിടെയാണ് നമ്മൾ സാറിൻ്റെ ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുന്നത്. എക്സ്പെക്റ്റേഷൻസിന് തന്നെ ഓക്കെ, പക്ഷെ അത് എത്രമാത്രം നമുക്ക് പെർസീവ് ചെയ്യാൻ പറ്റും, ആ പെർസീവ് ചെയ്തതിനെ കൃത്യമായിട്ട് അറിയണമെങ്കിൽ മൈൻഡ്ഫുൾനെസ്സിൽ കൂടെ തന്നെ പോകാനേ പറ്റും. അപ്പം ഇന്ന് രണ്ട് ജനറേഷൻ അല്ലേ, നമ്മളുടെ പേരൻറ് അല്ലെങ്കിൽ കുട്ടികളുടെ ആ ജനറേഷൻ രണ്ട് തരത്തിലുള്ള എക്സ്പെക്റ്റേഷൻ്റെ ലൈനിലാണ് പോകുന്നത്. ഇപ്പം മേരിമാൻ പറഞ്ഞ പോലെ കുട്ടികളെക്കുറിച്ച് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട, പക്ഷെ അതിന് മുമ്പ് നമ്മളെല്ലാം കറക്റ്റായിട്ട് റെഡിയാക്കി വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പറയില്ല, ഒരു പുതിയ സംസ്കാരം ഉണ്ടല്ലോ, നമ്മുടെ മക്കളെല്ലാം വിദേശത്തേക്ക് പോകുന്നു, നമ്മൾ ഒറ്റയ്ക്കായി പോകുന്നു. കാരണം അവരെ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അവർ പോയേ പറ്റൂ. കാരണം വിദ്യാഭ്യാസം കൊടുത്തിട്ട് വീട്ടിൽ ഐഡിയലായിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. സോ ദേ ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദെയർ ഓൺ വേസ്. അപ്പോൾ അതിന് കേരളം ഒരു നല്ല ഒരു ഏരിയ അല്ല, അല്ലെങ്കിൽ ഇന്ത്യ ഒരു നല്ല ഏരിയ അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ദേ വിൽ ഗോ ഔട്ട്. അവിടെ ചെന്ന് അവർ ഒരിക്കലും വീട്ടിൽ ചെയ്യാത്ത പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നമുക്കറിയാം. എങ്കിൽ പോലും ആ എക്സ്പെക്റ്റേഷൻസായിട്ട് കുട്ടികൾ പോകുമ്പോൾ നമ്മുടെ പേരൻസിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്താണ്? അവിടെയാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. അവിടെയാണ് ഈ പറയുന്ന പുതിയ സംസ്കാരങ്ങൾ എന്ന് പറയുന്ന പുതിയ വയോജന അല്ലെങ്കിൽ പ്രായമുള്ളവർക്ക് വേണ്ടി കോർഡിനേറ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന പുതിയ ലൈഫ് സ്റ്റൈലുകളും അവരെക്കിപ്പോഴാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, നമ്മൾ 3 പെൺകുട്ടികളുള്ള ഒരച്ഛൻ മൂന്നാമത്തെ കുട്ടിയുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞൊരു വാക്കതാണ്, ഞങ്ങളെക്കുറിച്ച് ഓർക്കുകയേ വേണ്ട, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാം, നത്തിങ്, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും പണത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട, ഞങ്ങളുടെ പൊസിഷനെക്കുറിച്ച് ഒന്നും ചെയ്യേണ്ട. അപ്പം ചോദിച്ചു, എങ്ങനെ സംഭവിച്ചു? ഞങ്ങളുടെ ശിഷ്ടകാലം ജീവിക്കാൻ വേണ്ടി ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒരു പ്രോസസ്സുണ്ട്, നിങ്ങളൊന്നും കൊണ്ടും അറിയുകയുണ്ട. അത് ഇങ്ങനെ പറയാൻ പറ്റുന്ന ഒരു പേരൻസ് ആയിരിക്കണം. അപ്പോഴാണ് കുട്ടികളിൽ നിന്ന് ഡിഫറൻ്റായി മാറുന്നത്. കാരണം പ്രായമായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചുറ്റുപാടും മക്കളൊന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാവും, ഇല്ലെന്ന് പറയാം. അത് നേരത്തെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് ആ എക്സ്പെക്റ്റേഷൻസ് മൈൻഡ്ഫുള്ളാക്കി കൃത്യമായി പോകാൻ പറ്റണം. ഇന്നത്തെ തലമുറ എന്ന് വെച്ചാൽ ഇന്നത്തെ സീനിയർ തലമുറ ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ, അല്ലാതെ അവർ പോയി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എനിക്കാരും ഇല്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ തല്ലി അലയ്ക്കുന്ന ഒരു നേച്ചറൊന്നും അല്ല. അപ്പോൾ അവിടെ വേണമെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഡൈനാമിക് ആയിരിക്കണം, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണം, ഈ പ്രായത്തിൽ കൂട്ടുകാരെ കണ്ടെത്താൻ പറ്റണം, ഈ പ്രായത്തിൽ സമൂഹമായിട്ട് നല്ലോണം കണക്ടിവിറ്റി വേണം. ഇപ്പോൾ ഉലയനൻ സാറിൻ്റെ എക്സാമ്പിൾ പറഞ്ഞ പോലെ യാത്രകൾ വേണം. സാറ് കഴിഞ്ഞ ദിവസം ആഫ്രിക്കയിൽ പോയിട്ട് 3 ക്ലാസ് എടുത്തു. എന്നിട്ട് ഏറ്റവും അവസാനം അതിൻ്റെ അകത്ത് പറഞ്ഞ ഒരു പോയിൻ്റാണ്, എല്ലാവരും കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ പടം കാണിച്ചിട്ട് പറഞ്ഞു, ഇതാണ് എൻ്റെ പുതിയ ലോകം എന്ന് പറയുന്ന പോലെ പുതിയ പുതിയ ബന്ധങ്ങളും പുതിയ കണക്ടിവിറ്റിയൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടികൾ അവരുടെ ഫ്രീഡം പോലെ നടന്നോളും, ഒരു കുഴപ്പമില്ല. അപ്പോൾ അവിടെ എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമൊന്നും വരുന്നില്ല. ഇത് കണക്ഷൻസ് ഇല്ലാതെ കൊണ്ട് നമ്മുടെ മക്കളിൽ തന്നെ കൂടുതൽ ഓവർ എക്സ്പെക്റ്റഡ് ആകുക. അപ്പോഴാണ് പറയുന്നത്, പണ്ട് ഞാൻ എങ്ങനെ വളർത്തിയതാ, പണ്ട് ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയാ പറയുന്നത്. പക്ഷേ ഈ പറയുന്നതൊന്നും കേൾക്കാൻ ആരുമില്ല. കേട്ടാൽ തന്നെ ആരും കേൾക്കുന്നത്, ചുറ്റുപാടുകളോ ബന്ധുക്കാരോ ഒക്കെ കേട്ടാൽ അവർ പറയും വേറെ പണിയൊന്നുമില്ല എന്ന് പറയും. കാരണം അവർക്ക് വേറെ മാർഗ്ഗമില്ല. സത്യത്തിൽ വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ചേഞ്ച് ആകണം, അതിനനുസരിച്ച് കോപ്പി ചെയ്യാൻ പറ്റണം. അപ്പം സാറിൻ്റെ ഈ ടോപ്പിക് വളരെ മനോഹരമായിരുന്നു. എനിക്ക് അതിനെക്കുറിച്ച് റൈറ്റപ്പ് എഴുതണമെന്നുള്ളത് ഞാൻ ചെയ്യാൻ ഭയങ്കര തിരക്കായിപ്പോയി, ഒന്നും നടന്നില്ല. എങ്കിലും നമ്മളത് അടുത്ത ഇതിൽ നമുക്ക് തീർച്ചയായിട്ടും എഴുതാം. ജോസ് സാറേ പറയൂ. അൺമ്യൂട്ട് ചെയ്യും. താങ്ക് യു സാബു സാർ. ഇളങ്കോ സാറേ, ബിഗ് സല്യൂട്ട്സ്. എങ്ങനെ പറയാതിരിക്കും.
സാറേ സാറിന്റെ ക്ലാസ്സിൽ സത്യം പറയട്ടെ ഞാൻ കുറച്ചു നേരം യാത്രയിലായി പോയി. അതുകൊണ്ടും കൂടിയാണ് എൻ്റെ ബുദ്ധിമുട്ട് വന്നത്. സാറേ ഞാൻ ഓർക്കുക, നമ്മൾ ഏത് ബന്ധങ്ങൾ കിട്ടിയാലും, ആരെ പരിചയപ്പെട്ടാലും, അല്ലെങ്കിൽ ഉറ്റവരായാലും അന്യരായാലും, ഏത് ഇടപാടുകളിലും നമ്മളിൽ ഒരു മുൻവിധി പോലെ വരുന്നതാണ് പ്രതീക്ഷകൾ. പ്രതീക്ഷിക്കാത്ത ബന്ധങ്ങളില്ല നമുക്ക്. ഏതിടപാടിലും എപ്പോഴും നമ്മൾക്ക് ഒരു പ്രതീക്ഷയോട് കൂടിയ നീക്കങ്ങൾ മുഴുവനും. അത് തന്നെ സർവമാന പ്രശ്നങ്ങളുടെയും കാരണം. എത്ര വലിയ ഒരു മഹാസിദ്ധാന്തത്തെ ഒരു ചെറിയ ക്യാപ്സ്യൂളിൽ ഒതുക്കിയ വാക്ക് ഒരു വലിയ ഒരു സൂക്തമാണ്. ഗംഭീരമായിരിക്കുന്നു സാർ. ഇത് അതിഗംഭീരം, പറയാതെ വയ്യ. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു സാർ. താങ്ക് യു. ഇളങ്കോ സാർ പറഞ്ഞ പോലെ എക്സ്പെക്ടേഷൻസ്, നമ്മുടെ എക്സ്പെക്ടേഷൻസ്, നമ്മുടെ ചുറ്റുപാടുകൾ നമുക്ക് തരുന്ന എക്സ്പെക്ടേഷനെ കുറിച്ച് തീർച്ചയായിട്ടും നമുക്കൊരു ഒരു ഒരു ക്ലാസ് അവരവരുടേതായ രീതിയിൽ അല്ലേ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നമുക്കൊരു ചർച്ച വയ്ക്കാം തീർച്ചയായിട്ടും. സാബു സാറേ, അത് പറയുമ്പോ തന്നെ എനിക്ക് പറയാനുള്ള, നമ്മളിപ്പോ പ്രതീക്ഷ വെക്കാതിരിക്കുമ്പോ നമ്മളെ മനസ്സിനെ അതുപോലെ പാകപ്പെടുത്തി നിർത്തണം. ഇല്ലെങ്കിൽ നമ്മള് ഇത് ഇങ്ങനെ കരഞ്ഞു പോകും. പാകപ്പെടുത്തി നിർത്തിയിട്ട് പ്രതീക്ഷിക്കൊന്നും വേണ്ട, കിട്ടട്ടെ അത്ര ആ ഒരു ലെവലിൽ നിൽക്കണം നമ്മള്. അതാ വേണ്ടത്. ആ ഒരു കണക്ടിവിറ്റി അല്ലേ രമാവതി മാമ ചെയ്യുന്നത്. നാടകം അഭിനയിക്കുന്നു, യോഗ പഠിപ്പിക്കുന്നു, അങ്ങനെ ഈ പ്രായത്തിലും ചെയ്യാവുന്ന എല്ലാ ആക്ടിവിറ്റീസിലും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ എക്സ്പെക്ടേഷൻ്റെ ആവശ്യമില്ല. കാരണം നമ്മളുടെ ടൈം സ്ലോട്ടുകളെല്ലാം ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക. പിന്നെ അവിടെ വേറെ ഇതിനൊന്നും സ്പേസ് ഇല്ലല്ലോ. ഒരു ചെറിയൊരു എക്സാമ്പിൾ ഉണ്ട്. ഇന്നലെ എറണാകുളത്ത് മോള് രാവിലെ പോയിട്ട് നമ്മള് രണ്ടുപേരും കറങ്ങായിരുന്നു. അപ്പൊ കല്യാൺ സിൽക്കിന്റെ മേലെ പോയി ചായ കുടിക്കുമ്പോ ഒരു പ്രായമുള്ള സ്ത്രീ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത്, രണ്ടുപേരും ഇരുന്ന് കുടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഞാൻ ചോദിച്ചു, നിങ്ങൾ ടീച്ചറാണ്? ഓ, ഞാൻ ടീച്ചറായിരുന്നു. അപ്പം അവരിങ്ങനെ കഥ പറയാൻ തുടങ്ങി. ഇങ്ങനെ പിന്നെ ഞാനിങ്ങനെ പാമോയിൽ മേടിക്കുമ്പോ പണ്ട് എൻ്റെ നിന്ന് കുപ്പി പൊട്ടി ഒരു കുട്ടീന്റെ കാലിൽ വീണു. അപ്പൊ കുട്ടീന്റെ അമ്മ വന്നിട്ട് എന്നെ വഴക്ക് പറയാൻ പോയി. അപ്പൊ ഒരാൾ പറഞ്ഞു അവരൊന്നും പറയില്ല, അവര് ഗുരുനാഥയാണ് എന്ന് പറഞ്ഞിട്ട് അവര് തടഞ്ഞു. അപ്പൊ അങ്ങനെ എനിക്കുണ്ടായ സന്തോഷം എന്ന് പറഞ്ഞിട്ട് അവര് എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ അവരെ വീട്ടിലുള്ള ആൾക്കാരല്ല വിളിച്ചത് കൊണ്ടുപോകാൻ വേണ്ടിട്ട്. മോനെ എവിടെയാ മോനെ? ഞാനിങ്ങനെ കല്യാൺ സിൽക്ക് ഉണ്ട്, ഒന്ന് വരാം. അപ്പൊ അവർക്ക് കുറെ നമ്പറുകൾ ഉണ്ട്. അപ്പൊ എന്നോട് പറയാ, ആര് വിളിച്ചാലും എനിക്ക് കുറെ ശിഷ്യഗണങ്ങൾ ഉണ്ട്. അങ്ങനെ നമ്മളെവിടെ എത്തിക്കഴിയുമ്പോഴും സംസാരിക്കുമ്പോ നല്ല രീതിയിലുള്ള നമുക്ക് ബന്ധങ്ങൾ ഉണ്ടാവും. അതെ, ഓക്കെ. കയ്യിൽ ഒതുങ്ങുന്നതിനെ എക്സ്പെക്ട് ചെയ്യണം. അതാണ് എക്സ്പെക്ടേഷന്റെ ഫോർമുല. ഓക്കെ, അതെ ശരിയാണ് സാർ. ഇത് ആർക്കെങ്കിലും ഷെയർ ചെയ്യണ്ടോ? അല്ലെങ്കിൽ നമുക്ക് നിർത്താം. ലനാൻ സാർ എന്തെങ്കിലും പറയുന്നു? റോയ് സാർ ഒന്നും പറയാനില്ല. സാർ മൈക്ക് മ്യൂട്ടാണ്. മ്യൂട്ടാകുന്നില്ലേ? ഹലോ, കേൾക്കാം. ഇപ്പൊ കേൾക്കാം. ഓക്കെ സാർ, ഓക്കെ. അത് നമ്മുടെ പേരൻസിനെ കുറിച്ച് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. അവിടെ എങ്ങനെ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. അച്ഛനും അമ്മയും കുറച്ചൊന്ന് കുറഞ്ഞ് ജീവിച്ചാല് മിച്ചം കിട്ടുന്നത് അവർക്ക് വേണ്ടി ചെലവഴിക്കും. പക്ഷെ നമ്മൾ ചുരുങ്ങാൻ തുടങ്ങും. പക്ഷെ ഈ പേരൻസ് പോലും ഒരു എക്സ്പെക്ടേഷനോട് കൂടിയാണ് അത് സാധാരണ ചെയ്യുക. പലപ്പോഴും പേരൻസ് ബന്ധമായി അവരുടെ പ്രതീക്ഷകൾ തകർന്നു പോകുന്ന ഒരവസ്ഥയുണ്ട്. ഞാൻ ചോദ്യം കഴിഞ്ഞാൽ അവരുടെ ജീവിതം മലയാളത്തിൽ കട്ടപ്പോവുകയാണ്. നിരാശയൊക്കെ കയറി വരും. എന്നാലും അവനോട് പറയുന്നില്ല. എന്നാലും അവളെ എന്റെ വളർത്തിയത്. അവിടെ എനിക്ക് പറയാൻ അവർ ചിന്തിക്കേണ്ടത് അത് തന്നെയാണ്. സമയത്ത്
പ്രതീക്ഷ കുന്നുകൂട്ടി വയ്ക്കുന്നതാണ് ആത്മഹത്യ. പാഠവും അത് തന്നെയാണ്. നിങ്ങൾ സാമ്പ്രദായികമായ നിങ്ങൾ ചെയ്തു, പക്ഷെ അതിന്റെ ആ എക്സ്പെക്ടേഷൻ കുന്നുപോലെ ആക്കിയാൽ എക്സ്പെക്ടേഷൻ കുന്നുപോലെ താഴെ പോവുകയുള്ളൂ. നമുക്ക് പറ്റുകയിൽ പാഠവും കൂടി അതിനകത്ത്. പിന്നെ ആഫ്രിക്കയെ യൂട്യൂബിൽ കേട്ടിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കൂ. ഓക്കെ സാർ, ഓക്കെ. അപ്പോൾ ഇറങ്ങോ സാർ. അപ്പോൾ ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു സാർ, താങ്ക് യു. ഓക്കെ സാർ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ് സാർ. Bye.